നമസ്കാരം. കൊല്ലം ജില്ലയിലൂടെയുള്ള ഇലക്ഷൻ ഹെറാൾഡിന്റെ യാത്ര ഇന്ന് രണ്ടാം ദിവസത്തിലാണ്. കൊല്ലം ജില്ലയിലെ കുണ്ടറ, ചടയമംഗലം, കരുനാഗപ്പള്ളി, കുന്നത്തൂർ, പുനലൂർ, ചാത്തന്നൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലൂടെയാണ് ഇന്നത്തെ ഇലക്ഷൻ ഹെറാൾഡ് കടന്നുപോവുക. 2000 വരെ ഇടത് വലത് മുന്നണികളെ മാറി മാറി പരീക്ഷിച്ച ചരിത്രമുള്ള മണ്ഡലമാണ് കുണ്ടറ. എന്നാൽ കഴിഞ്ഞ 20 വർഷത്തിനിടയ്ക്ക് വോട്ടർമാരുടെ മനോഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ട്. CPIയെ എന്നും നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുള്ള മണ്ഡലമാണ് ചടയമംഗലം. കരുനാഗപ്പള്ളിയെക്കുറിച്ച് ഒരു ആമുഖം പറഞ്ഞാൽ കഴിഞ്ഞ തവണ LDF തരംഗം ഉണ്ടായിരുന്നപ്പോഴും കോൺഗ്രസിന് അട്ടിമറി വിജയം നൽകിയ മണ്ഡലമാണ്. അതേസമയം കഴിഞ്ഞ 25 വർഷമായി ഒരാളെ മാത്രമേ കുന്നത്തൂർ മണ്ഡലത്തിലെ സമ്മതിദായകർ നിയമസഭയിലേക്ക് അയച്ചിട്ടുള്ളൂ. ഇടത് പാർട്ടികൾക്ക് മേൽക്കൈ അവകാശപ്പെടാനാകുന്ന മണ്ഡലങ്ങളാണ് പുനലൂരും ചാത്തന്നൂരും. ഇക്കുറി ഈ മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സ്ഥിതി എന്താണ്? കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് പാറ്റേൺ ഏത് രീതിയിലാണ്? നോക്കാം. കൃത്യമായ ഡേറ്റയുടെയും അതിലൂടെ വരുന്ന അവലോകനത്തിലൂടെയുമുള്ള കാര്യങ്ങളിലൂടെ നമുക്കിതിൽ വിശദമായി പരിശോധിക്കാം. അതിഥികളായ R. സുഭാഷ്, TJ ശ്രീലാൽ എന്നിവർ നമുക്കൊപ്പമുണ്ട്. ഇരുവരെയും നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. ഇലക്ഷൻ ഹെറാൾഡിന്റെ ഈ ദിനത്തിലേക്ക് ഇരുവർക്കും സ്വാഗതം. ഒപ്പം ഓരോ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു ഇലക്ഷൻ ഹെറാൾഡിലേക്ക്. നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് കുണ്ടറയിലേക്കാണ്. ഇടതിനെയും വലതിനെയും മാറി മാറി പിന്തുണച്ചിട്ടുള്ള മണ്ഡലമാണ് കുണ്ടറ. 2006 മുതൽ 2021 വരെ മാത്രമാണ് ഇവിടെ മാറ്റം വന്നത്. തുടർച്ചയായ 2 തവണ MA ബേബി കുണ്ടറയിൽ നിന്ന് വിജയിച്ചു. 2016 J. മേഴ്സിക്കുട്ടി അമ്മയും വിജയിച്ചതോടെയാണ് 3 തവണ CPMന്റെ MLA മാർ തുടർച്ചയായി ഉണ്ടായത്. 1970-ലും 1977-ലും കോൺഗ്രസിന്റെ A. റഹീമും മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി ജയിച്ചിട്ടുണ്ട്. ഇതിനിടയിലെ ചരിത്രം കൃത്യമായി പരിശോധിച്ചാൽ മാറി മാറി CPM കോൺഗ്രസ് MLA-മാരാണ് കുണ്ടറയിൽ ഉണ്ടായിട്ടുള്ളത്. 3ാം അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുൻപാണ് കുണ്ടറ മണ്ഡലം നിലവിൽ വന്നത്. മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലൂടെ പോകുമ്പോൾ വിശദമായി നമുക്ക് ആ ഡേറ്റയിലൂടെ പോകേണ്ടതുണ്ട്. 2021 കണക്കിലേക്കാണ് ആദ്യം വരുന്നത്. 2021 കണക്കിൽ PC വിഷ്ണുനാഥ് അവിടെ നിന്ന് ജയിച്ചിരിക്കുന്നു. കോൺഗ്രസിന്റെ PC വിഷ്ണുനാഥിന് 76,405 വോട്ടുകളാണ് ലഭിച്ചത്. അതായത് 48.66%. J. മേഴ്സിക്കുട്ടിയമ്മ അവിടെ 2ാം സ്ഥാനത്തായിരുന്നു. 71,882 വോട്ടുകളാണ് ലഭിച്ചത്. 45.78%. BDGസിന്റെ വനജ വിദ്യാധരൻ അവിടെ 6,100 വോട്ടുകൾ മാത്രമാണ് നേടിയത്. വെറും 3.88% മാത്രം. ഭൂരിപക്ഷം ലഭിച്ചത് 4,523 വോട്ടുകളുടേതായിരുന്നു. ഇനി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കുണ്ടറയിലെ കണക്കുകൾ ഇങ്ങനെ വരുന്നു. NK പ്രേമചന്ദ്രന് ലഭിച്ചത് 72,496 വോട്ടുകൾ, അതായത് 50.31%. M. മുകേഷിന് അവിടെ ലഭിച്ചത് 45,391 വോട്ടുകളാണ്. M. മുകേഷിന് ലഭിച്ചത് 31.5% മാത്രം. G. കൃഷ്ണകുമാറിന് ലഭിച്ചതാകട്ടെ 16.51%. അതായത് 23,787 വോട്ടുകൾ. അവിടെ ലീഡായിട്ട് ലഭിച്ചത് 27,105 വോട്ടുകളുടേതാണ്. ഇനി നമുക്ക് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ 2025 കുണ്ടറയിൽ എന്തു സംഭവിച്ചു എന്ന് നോക്കുമ്പോൾ 7 ഗ്രാമപഞ്ചായത്തുകൾ അടങ്ങുന്നതാണ് കുണ്ടറ മണ്ഡലം. ഇളംപള്ളൂർ, കുണ്ടറ, നെടുമ്പന, തൃക്കോവിൽവട്ടം എന്നീ 4 ഗ്രാമപഞ്ചായത്തുകൾ LDF-ൽ നിന്ന് UDF ഇത്തവണ പിടിച്ചെടുത്തിട്ടുണ്ട്. പേരേം ഗ്രാമപഞ്ചായത്ത് LDF ആണ്. UDF-ൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 7 ഗ്രാമപഞ്ചായത്തുകളിൽ 4 പഞ്ചായത്തുകൾ UDF-നാണ് ലഭിച്ചിട്ടുള്ളത്. ഇളംപള്ളൂർ, കുണ്ടറ, നെടുമ്പന, തൃക്കോവിൽവട്ടം എന്നീ പഞ്ചായത്തുകളാണ് അവ. ഇനി കൊറ്റങ്കര, പേരയം, പെരിനാട് എന്നീ 3 പഞ്ചായത്തുകൾ LDF-നൊപ്പവും നിന്നിട്ടുണ്ട്. ഇതാണ് കുണ്ടറയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യം. ചരിത്രം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ PC വിഷ്ണുനാഥിന് ലഭിച്ച അട്ടിമറി ജയം തന്നെയായിരുന്നു കഴിഞ്ഞ തവണ കുണ്ടറയെ വ്യത്യസ്തമാക്കി നിർത്തിയത്. കൊല്ലം ജില്ലയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടായപ്പോഴും കുണ്ടറ വേറിട്ട് നിന്നത് ആ വിജയത്തിലൂടെയാണ്. R. സുഭാഷിലേക്ക് വരുമ്പോൾ, സുഭാഷ്, ഈ പറഞ്ഞ പോലെ 2021 PC വിഷ്ണുനാഥ് കൈവരിച്ച നേട്ടം അത് വലിയ രീതിയിലുള്ള അട്ടിമറി വിജയമായിട്ട് തന്നെ കണക്കാക്കപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, മന്ത്രിസഭയിൽ മത്സരിച്ചതിൽ ഏക മന്ത്രി മാത്രമാണ് തോറ്റത്, J. മേഴ്സിക്കുട്ടിയമ്മ. അത് CPM-ലെ അവിടെ തൊഴുത്തിൽ കുത്തടക്കം ഉണ്ടായിരുന്നുവെന്ന് പിന്നീട് വിലയിരുത്തപ്പെട്ട കാര്യങ്ങളാണ്. ഇത്തവണത്തെ കളത്തിലേക്ക് വരുമ്പോൾ PC വിഷ്ണുനാഥിനെ മറികടക്കാൻ എളുപ്പമാണെന്ന് വിചാരിക്കുന്നുണ്ടോ കുണ്ടറയിൽ? CPM-ന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ തടസ്സം ഇപ്പോൾ PC വിഷ്ണുനാഥ് തന്നെയാണ്. കഴിഞ്ഞ വർഷത്തേത് ഏതാണ്ട് അട്ടിമറി വിജയമായിരുന്നു എന്ന് പറയുമ്പോൾ പോലും അതിനുശേഷമുണ്ടായ ഒരു വിജയം എന്നുള്ളത്
ഉണ്ടായ ഒരു അട്ടിമറി എന്നുള്ളത് വളരെ വലിയ തോതിലുള്ള അട്ടിമറിയായിരുന്നു. കാരണം 30,000-ൽ പരം വോട്ടുകൾക്കാണ് മേഴ്സിക്കുട്ടിയമ്മ അതിനു മുമ്പ് 2016-ൽ അവിടെ വിജയിച്ചത്. രാജ്മോഹൻ ഉണ്ണിത്താനെ അത്രയും വോട്ടുകൾക്ക് ആണ് പരാജയപ്പെടുത്തിയത്. ഏതാണ്ട് 20% വോട്ടിൻ്റെ വ്യത്യാസം LDFും UDFും തമ്മിലുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം 21-ൽ വന്നപ്പോൾ PC വിശ്വനാഥ് അവിടെ സ്ഥാനാർത്ഥിയായി വന്നു. PC വിശ്വനാഥ് വന്നതോടുകൂടി രംഗം മൊത്തത്തിൽ മാറി. ഏതാണ്ട് 4,500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം അവിടെ വിജയിച്ചത്. അതൊരു വലിയ അട്ടിമറിയായിരുന്നു. നേരത്തെ സംഗീത പറഞ്ഞതുപോലെ ഒരു മന്ത്രിസഭയിലെ ഏക മന്ത്രി ആണ്, പരാജയപ്പെട്ട ഏക മന്ത്രിയായി അത് മാറുകയും ചെയ്തു. CPM-ന് അതൊരു വലിയ ഷോക്കായിരുന്നു. CPM അതിനെ പ്രതിരോധിച്ചത് പലവിധ തന്ത്രങ്ങൾ കൂട്ടുകെട്ടുകൾ ആരോപിച്ചുകൊണ്ടായിരുന്നു. അതായത് ചാത്തന്നൂരിലും കുണ്ടറയിലുമായി കോൺഗ്രസും അതേപോലെ തന്നെ BJPയും ഡീലുണ്ടാക്കി എന്നത് വെച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ചാത്തന്നൂരിൽ സ്ഥിരമായി 2ാം സ്ഥാനത്ത് വരുന്നത് BJP ആണ്. അവിടെ അവരെ സഹായിക്കാം, ഇവിടെ ഇവരെ സഹായിക്കുന്നു എന്ന മട്ടിലുള്ള ഡീലുണ്ടാക്കി എന്നുള്ള മട്ടിലായിരുന്നു. എന്തായാലും അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയെ മാറ്റി BDJSന് സ്ഥാനം കൊടുത്തു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. എന്തുവെന്നാലും ഏതാണ്ട് വലിയൊരു അട്ടിമറി, കഴിഞ്ഞ 30,000 വോട്ടിന് ജയിച്ച 30,000-ൽ പരം വോട്ടിന് ജയിച്ച ഒരു മണ്ഡലത്തിൽ 4,500 വോട്ട് തിരിച്ച് ജയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് മാറിയത് വലിയ തോതിലുള്ള പ്രശ്നമാണ് അവിടെ ഉണ്ടായത്. ഇലക്ഷന് ശേഷവും ഒരു തരത്തിലും PC വിശ്വനാഥിനെ പിടിച്ചു കെട്ടാനാവുന്ന ഒരു തരത്തിലേക്ക് CPM-ന് മുന്നേറാനാവുന്നില്ല എന്നുള്ളത് അവിടുത്തെ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ആ ഒരു പ്രശ്നത്തിൽ തെറ്റിയാണ് ഇപ്പോഴും CPM അവിടെ നിൽക്കുന്നത്. അവിടെ മേഴ്സിക്കുട്ടിയമ്മ തന്നെയാണോ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ചിന്താ ജെറോമിൻ്റെ പേര് കേൾക്കുന്നുണ്ട്, SL സജികുമാറിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു മാറിയ സാഹചര്യത്തിൽ വീണ്ടും ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ അത് അത്ര ഗുണകരമാവില്ല എന്ന ഒരു ചിന്ത LDFിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെയെങ്കിൽ സ്ഥാനാർത്ഥി മാറിയേക്കാം, അല്ലെങ്കിൽ മേഴ്സിക്കുട്ടിയമ്മ തന്നെയായിരിക്കാം. എന്തായാലും 7 ഗ്രാമപഞ്ചായത്തിൽ UDFന് 4 സീറ്റുകൾ കിട്ടിയെന്നത് ഇപ്രാവശ്യത്തെ അവിടുത്തെ ഒരു സൂചന തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു 2 മുന്നണികൾക്കും മാറി മാറി സ്വാധീനമുള്ള, അല്ലെങ്കിൽ 2 മുന്നണികൾക്കും കൃത്യമായ തരത്തിലുള്ള അടിത്തറയുള്ള മണ്ഡലമാണ് അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 27,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം UDFന് ലഭിച്ചിരുന്നു. ആ തരത്തിൽ UDFനെ സംബന്ധിച്ച് ഇപ്രാവശ്യവും PC വിശ്വനാഥ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഉറപ്പില്ല. ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് CPM-ന്റെ ഒരു അഭിമാന പ്രശ്നമാണ്. ഇപ്പോൾ അതിനു പറ്റിയ തന്ത്രങ്ങളായിരിക്കും, അതിനു പറ്റിയ സ്ഥാനാർത്ഥികളെ ആയിരിക്കും അവർ രംഗത്തിറക്കുക എന്ന് വേണം കരുതാൻ. ശ്രീലാല്, ഇപ്പോൾ സുഭാഷ് പറഞ്ഞതുപോലെ തന്നെ അവിടെ വലിയ രീതിയിലുള്ള അടിയൊഴുക്കുകൾ നടന്നു. അന്തർധാരകൾ സജീവമായിരുന്നത് കൊണ്ടാണ് ആ മണ്ഡലം കൈവിട്ട് പോയതെന്നടക്കമുള്ള CPM-ന്റെ വിലയിരുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് BDJSന് അവിടെ ലഭിച്ച വോട്ടുകൾ PC വിശ്വനാഥിലേക്ക് പോയി എന്നുള്ള കണക്കുകൂട്ടലുകളായിരുന്നു. പക്ഷേ ഇത്തവണ സാഹചര്യങ്ങൾ അങ്ങനെയല്ല. അതിൽ നിന്ന് കാര്യങ്ങൾക്കൊക്കെ വിരുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ വരികയാണ് കുണ്ടറയിൽ നിന്ന്. ആ രീതിയിൽ തന്നെ നിൽക്കുമ്പോൾ PC വിശ്വനാഥിന് എങ്കിൽ പോലും അവിടെ പ്രഭാവമുണ്ട് എന്നുള്ളതിനെ തള്ളിക്കളയാനാവുന്നില്ല. ഈ UDFന്റെ കണക്കുകൂട്ടലുകളിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് PC വിശ്വനാഥിന്റെ പ്രഭാവത്തിൽ തന്നെ ഊന്നിയൊരു മുന്നോട്ടേക്ക് പോക്കാണോ അവിടെയുള്ളത്? സംഗീത, ഈ തെരഞ്ഞെടുപ്പിൽ UDFും കോൺഗ്രസും ഏറ്റവും ജയസാധ്യത വച്ചു പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്ന്, കൊല്ലം ജില്ലയിൽ ജയസാധ്യത വച്ചു പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് അത് കുണ്ടറയാണ്. അത് കാര്യം സംശയമില്ല. അത് PC വിശ്വനാഥിൻ്റെ വ്യക്തിപ്രഭാവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ തവണ PC വിശ്വനാഥിന് ആ സീറ്റ് കിട്ടിയതിൽ തന്നെ വലിയൊരു കഥയുണ്ടായിരുന്നു. 2001 തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം വരുമ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെ ഏറ്റവും വലിയ ആരോപണമുണ്ടായത് PC വിശ്വനാഥിനെ പോലെ ഒരു ഉറച്ചു ഒപ്പം നിന്ന ഒരു നേതാവിന് ഒരു ജയസാധ്യതയുള്ള ഒരു സേഫ് മണ്ഡലം കണ്ടെത്തി കൊടുക്കാനായില്ല എന്നുള്ളതായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ വരുന്ന വലിയ ആരോപണം. ചെങ്ങന്നൂരിൽ തോറ്റു നിൽക്കുന്ന PC വിശ്വനാഥിന് ഒരു നല്ല സീറ്റ് കൊടുക്കാനായില്ല എന്നുള്ളത്. ചെങ്ങന്നൂർ കൈവെള്ളയിലിരുന്ന മണ്ഡലം അത് PC വിശ്വനാഥിന് കൈവിട്ടു പോകുന്നു. അതിനുശേഷം നല്ലൊരു ജയസാധ്യതയുള്ള മണ്ഡലം കൊടുത്തില്ല എന്ന വലിയ ആരോപണം ഉമ്മൻചാണ്ടി കേൾക്കുകയുണ്ടായി. ഒടുവിൽ A ഗ്രൂപ്പിൻ്റെ മൊത്തം സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഒരു അക്കോമഡേഷൻ എന്ന നിലയ്ക്കാണ് PC വിശ്വനാഥിനെ കുണ്ടറയിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ. വിശ്വനാഥ് കുണ്ടറയിലേക്ക് വരുമ്പോൾ വിശ്വനാഥ് അവിടെ മത്സരിച്ച് ഒരു കൈ നോക്കാം എന്നുള്ള തലത്തിൽ തന്നെയാണ് വിശ്വനാഥ് കുണ്ടറയിൽ എത്തിയിരുന്നത്. ഞാൻ കുണ്ടറയിൽ വിശ്വനാഥിനെ കഴിഞ്ഞ തവണ കണ്ട് സംസാരിച്ചപ്പോഴും അദ്ദേഹത്തിന് ആ ഒരു ഓവർ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു മത്സരം കൊടുക്കാം, എന്നിട്ട് നോക്കാം എന്നുള്ള നിലയിലായിരുന്നു. അവിടെ തവണ വിശ്വനാഥിന് 2021 വിശ്വനാഥിന് ഗുണമുണ്ടായത് 2 ഘടകങ്ങളാണ്. ഒന്ന്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ CPM-നുള്ളിൽ അന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ വിശ്വനാഥിന് ഗുണം ചെയ്തു.
രണ്ടാമത് ഗുണം ചെയ്തത് അന്ന് ഉണ്ടായ ഒരു വലിയ ആരോപണമാണ്. അന്ന് ഈ ആഴക്കടൽ ട്രോളിംഗ് എന്ന് പറയുന്ന സംവിധാനം അത് ഒരു വിദേശ കമ്പനിയുമായി കരാറൊപ്പിടുന്നു. ഈ കേരള തീരത്തുള്ള മുഴുവൻ, അത് കൊല്ലം തീരത്തുള്ള മുഴുവൻ മത്സ്യവും വിദേശ ട്രോളറുകൾ ഊറ്റിക്കൊണ്ടുപോകാൻ പോകുന്നു തുടങ്ങിയ വലിയ ആരോപണങ്ങൾ ഉണ്ടാവുകയും അതിന് മറുപടി പറയാൻ CPM-ഉം മേഴ്സിക്കുട്ടിയമ്മ മണ്ഡലത്തിലും വിഷമിച്ചൊരു ഘട്ടമുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നതും. അതും അന്ന് മേഴ്സിക്കുട്ടിയമ്മയുടെ പരാജയത്തിലേക്ക് കാര്യങ്ങൾ വെച്ചിരുന്നു. അതിനുശേഷം ചെങ്ങന്നൂരിൽ ഏറ്റ തിരിച്ചടി അത് ഉണ്ടാകരുത് എന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് കഴിഞ്ഞ 5 വർഷം വിഷ്ണുനാഥ് ഈ മണ്ഡലത്തിൽ പ്രവർത്തിച്ചതെന്നൊരു സംശയമില്ല. മേഴ്സിക്കുട്ടിയമ്മയും മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. മേഴ്സിക്കുട്ടിയമ്മ തോറ്റതുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയിരുന്നില്ല, അവിടുത്തെ മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ വീണ്ടും മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് ഒരു സാധ്യത കൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ മേഴ്സിക്കുട്ടിയമ്മയുടെ പേര് വീണ്ടും വരുന്നതും ചർച്ചയിൽ വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഈ രണ്ടുപേരുടെയും വ്യക്തിപ്രഭാവം ഒരു വലിയ ഘടകം തന്നെയാണ്. പക്ഷേ മേഴ്സിക്കുട്ടിയമ്മ ആകുമോ അവിടെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ആര് സ്ഥാനാർത്ഥിയായാലും മേഴ്സിക്കുട്ടിയമ്മയുടെ ഒരു അനുഗ്രഹവും ആശിസ്സും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു മത്സരം നടത്താൻ കഴിയൂ എന്നുള്ളതാണ്. എന്തായാലും വിഷ്ണുനാഥിന് നിലവിൽ അവിടെ ഒരു വലിയ ഒരു മുന്നേറ്റം നടത്താനാകും, ഒരു എഡ്ജ് ഉണ്ടെന്ന് തന്നെയാണ് UDF-ഉം കോൺഗ്രസും കരുതുന്നത്. അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. അവർ ജയസാധ്യത വളരെയധികം കൽപ്പിക്കുന്ന, കൊല്ലം ജില്ലയിൽ വളരെയധികം ജയസാധ്യത കൽപ്പിക്കുന്ന മണ്ഡലങ്ങളിലൊന്ന് കുണ്ടറയാണ്. ശരി, അപ്പോൾ കുണ്ടറയെ പറ്റിയുള്ള വിലയിരുത്തലുകൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ അടുത്ത മണ്ഡലത്തിലേക്ക് പോകുന്നു. കൊല്ലം ജില്ലയിലെ മറ്റൊരു ഇടത് കോട്ടയാണ് ചടയമംഗലം. CPI-യുടെ കയ്യിലുള്ള മണ്ഡലമാണ്. 2001 പ്രയാർ ഗോപാലകൃഷ്ണനും 1967 സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ DD പോറ്റിയും മാത്രമാണ് ഇടത് പാർട്ടികളിൽ നിന്നല്ലാതെ ചടയമംഗലത്ത് നിന്ന് നിയമസഭയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ഡേറ്റ പരിശോധിച്ചാൽ ചടയമംഗലത്തിൽ 2021 എന്ത് സംഭവിച്ചു എന്ന് നോക്കുമ്പോൾ ജെ ചിഞ്ചുറാണി അവിടെ നിന്ന് ജയിച്ചു കയറിയത് 67,252 വോട്ടുകളുടെ വിജയത്തോടെയാണ്. 45.69% ആ വിജയം എന്നുള്ളത്. രണ്ടാം സ്ഥാനത്ത് വന്നത് MM നസീറാണ്. അദ്ദേഹത്തിന് ലഭിച്ചത് 53,574 വോട്ടുകൾ, 36.4%. മൂന്നാം സ്ഥാനത്ത് വന്നത് BJP സ്ഥാനാർത്ഥിയാണ്. 22,238 വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. 15.1% വോട്ടുകളായിരുന്നു. ഭൂരിപക്ഷമായിട്ട് ചിഞ്ചുറാണിക്ക് അവിടെ ലഭിച്ചത് 13,678 വോട്ടുകളാണ്. ഇനി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ ലഭിച്ചിരിക്കുന്ന ലീഡ് NK പ്രേമചന്ദ്രന്, RSPയുടെ NK പ്രേമചന്ദ്രന് 64,178 വോട്ടുകളാണ്. 46.02% എന്നുള്ളതായിരുന്നു കണക്ക്. M മുകേഷിനാകട്ടെ 35.54% എന്നുള്ളതായിരുന്നു. അതായത് 49,559 വോട്ടുകൾ. G കൃഷ്ണകുമാർ മൂന്നാം സ്ഥാനത്ത് വരുമ്പോൾ 23,064 വോട്ടുകളാണ് ലഭിച്ചത്. 16.54% എന്നുള്ളതായിരുന്നു. ലീഡായിട്ട് അവിടെ ലഭിച്ചത് 14,619 വോട്ടുകൾ. ഇനി തദ്ദേശ ചിത്രത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ മറ്റൊരു രീതിയിലേക്ക് വരുന്നു. അത് 9 ഗ്രാമപഞ്ചായത്തുകളിൽ UDF-ന് 6 എന്നുള്ള തരത്തിലും LDF-ന് 3 എന്നുള്ള തരത്തിലുമാണ് പഞ്ചായത്തുകളുടെ കണക്കിലേക്ക് വരുമ്പോഴുള്ളത്. അതായത് UDF-ന് ലഭിച്ചത് ചിതറ, കടക്കൽ, അലയമൺ എന്നിവയാണ്. LDF-ൽ നിന്ന് അവ പിടിച്ചെടുത്തവയുമാണ് എന്നുള്ളതാണ് അവിടെ പ്രസക്തമായിട്ട് നിൽക്കുന്നത്, ഈ രണ്ടെണ്ണം. അതുപോലെ തന്നെ ഇളമാട്, കുമ്മിൾ, നിലമേൽ എന്നിവയാണ് UDF-ന് ലഭിച്ചുള്ള മറ്റ് പഞ്ചായത്തുകൾ. LDF-ന് ലഭിച്ചവയാകട്ടെ ചടയമംഗലം, ഇട്ടിവ, വെളിനല്ലൂർ എന്നിവയാണ് LDF-ന് അവിടെ ലഭിച്ച മണ്ഡലങ്ങൾ എന്നുള്ളത്. അപ്പോൾ ചടയമംഗലത്തിൽ ജെ ചിഞ്ചുറാണി ജയിച്ചു കയറുമ്പോൾ നമുക്കവിടെ CPI-യുടെ ഒരു വലിയ കോട്ട എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മണ്ഡലം, അവിടെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, വെളിയം ഭാർഗവനിൽ നിന്ന് ആരംഭിച്ച ഒരു CPI-യുടെ വിജയ ചരിത്രമുണ്ട് ചടയമംഗലത്ത്. പിന്നീട് മുല്ലക്കര രത്നാകരൻ അരക്കിട്ട് ഉറപ്പിച്ച തരത്തിലുള്ള ആ ഒരു വിജയഗാഥയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ഇനി സുഭാഷിലേക്ക് വരികയാണെങ്കിൽ, സുഭാഷ്, ഈ കാര്യത്തിൽ ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ മുല്ലക്കര രത്നാകരനിലൂടെ അല്ലെങ്കിൽ വെളിയം ഭാർഗവൻ തുടങ്ങിവെച്ച CPI-യുടെ ആ ചരിത്രം അതിങ്ങോട്ട് മുല്ലക്കര രത്നാകരനിലൂടെ പിന്നിട്ട് പോരുന്ന ഒരു ചരിത്രമാണ് അവിടെ കാണാനാവുന്നത്. പക്ഷേ ഇത്തവണത്തെ വിജയത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ ഏത് രീതിയിലാണ് കണക്കുകൂട്ടലുകൾ ഉള്ളത്? അവിടെ നിന്നൊരു മന്ത്രി ഉണ്ടായതാണ്. അവരുടെ പെർഫോമൻസ് അടക്കം വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു റിസൾട്ട് അങ്ങനെ പ്രതീക്ഷിക്കാമോ അവിടെ നിന്ന്? തീർച്ചയായും ഇത്തരമൊരു ഉറച്ച മണ്ഡലം, അതായത് വെളിയം ഭാർഗവൻ മാത്രമല്ല, MN ഗോവിന്ദൻ നായർ, E ചന്ദ്രശേഖരൻ നായർ അടക്കം CPI-യുടെ തലതൊട്ടപ്പന്മാർ മുഴുവൻ മത്സരിച്ച ഒരു മണ്ഡലമാണത്. മുല്ലക്കര രത്നാകരൻ തുടർച്ചയായിട്ട് 3 തവണ വിജയിക്കുകയും ചെയ്തൊരു മണ്ഡലമാണ്. ഇടത് കോട്ട എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരു മണ്ഡലമാണ് ചടയമംഗലം. അവിടെ നിന്നാണ് കഴിഞ്ഞ തവണ ജെ ചിഞ്ചുറാണി
വലിയ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ, അതായത് അവർക്ക് 46% വോട്ട് കിട്ടിയപ്പോൾ എതിർ സ്ഥാനാർത്ഥിക്ക് 36% മാത്രം, അതായത് 10% വ്യത്യാസം, ഏതാണ്ട് 13,600 ചില്ലുവാനും വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജെ ചിഞ്ചുറാണി വിജയിച്ച് വന്നത്. അവർ മന്ത്രിയാവുകയും ചെയ്തു. പക്ഷേ മന്ത്രി എന്ന നിലയിലും MLA എന്ന നിലയിലും ഏതാണ്ട് സഖാക്കൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന തരത്തിലേക്ക് അവർ വളർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ മാറിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അവിടെ. അതായത് ഏതെങ്കിലും തരത്തിൽ നല്ല രീതിയിൽ ഒന്ന് പെർഫോം ചെയ്തു എന്ന ഒരു സംതൃപ്തി അവിടുത്തെ LDF പ്രവർത്തകർക്കില്ല എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ചിഞ്ചുറാണി ഇത്തവണ അവിടെ മത്സരിക്കുമോ എന്ന കാര്യം ഉറപ്പില്ല. അവിടെ നിരവധി പ്രശ്നങ്ങളുണ്ട്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള തിരിച്ചടിയേറ്റ, കൊല്ലത്ത് തിരിച്ചടിയേറ്റപ്പോൾ അതിൻ്റെ ഭാഗമായി വലിയ തോതിൽ തിരിച്ചടിയേറ്റ ഒരു മണ്ഡലം തന്നെയാണ് ചടയമംഗലം. 9 പഞ്ചായത്തിൽ 4 മാത്രമാണ് അവിടെ LDFന് ലഭിച്ചത്. അതേപോലെ തന്നെ CPIയിൽ അവിടെ തർക്കങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. CPIയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ മൂത്ത് ഏതാണ്ട് ഒരു 1000-ഓളം പ്രവർത്തകർ രാജിവെച്ച് CPIയിലേക്ക് ചേർന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. ആ തരത്തിൽ പക്ഷേ CPI അടക്കം ഇടത് മുന്നണിക്ക് വലിയ തോതിലുള്ള ശക്തി കേന്ദ്രം തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ CPIയിലുള്ള പ്രശ്നങ്ങളെന്നെല്ലാം പറഞ്ഞെങ്കിലും അതൊരു തെരഞ്ഞെടുപ്പ് തോൽവിയിലേക്കൊന്നും അല്ലെങ്കിൽ അത്തരം ഒരു പൊട്ടിത്തെറിയിലേക്കൊന്നും പോകുന്ന തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ അവിടെ ഇല്ല. എങ്കിൽ പോലും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കാര്യമായ തിരിച്ചടിയേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ തരത്തിലായിരിക്കും LDF അവിടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക എന്ന കാര്യം ഉറപ്പാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇടത് മുന്നണിയുടെ ശക്തി കേന്ദ്രമായിരുന്ന കൊല്ലം ജില്ലയിൽ മൊത്തത്തിൽ എന്ത് സംഭവിച്ചു എന്ന പരിശോധന LDF നടത്തുന്നുണ്ട്. അതിൻ്റെ പരിഹാര മാർഗങ്ങൾ നോക്കുന്നുണ്ട്. അത് ഏത് തരത്തിൽ പരിഹരിക്കാനാവും എന്ന കാര്യം അവർ ആലോചിക്കുന്നുമുണ്ട്. അക്കാര്യത്തിൽ സ്ഥാനാർത്ഥി നിർണയമടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തോതിലുള്ള പുനരാലോചനകൾ അവിടെ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ആ തരത്തിൽ ചിഞ്ചുറാണി തന്നെ ഇവിടെ വീണ്ടും മത്സരിക്കുമോ എന്ന കാര്യം ഉറപ്പില്ല. എന്തായാലും സ്ഥാനാർത്ഥിയെ മാറ്റുകയാണെങ്കിൽ പോലും അഥവാ ഇല്ലെങ്കിൽ പോലും ഒരു ഏതാണ്ട് ഉറപ്പിച്ച ഒരു മണ്ഡലം തന്നെയാണ് LDFന് ചടയമംഗലം എന്നത്. തീർച്ചയായും ചടയമംഗലത്തെ പറ്റി അങ്ങനെ പറയുമ്പോൾ തന്നെ ഇപ്പോൾ സുഭാഷ് സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് ശ്രീലാൽ. അതായത് ഉൾപാർട്ടി പ്രശ്നങ്ങൾ അവിടെ വലിയ രീതിയിൽ വന്നിരുന്നതാണ്. ഈ ജെ ചിഞ്ചുറാണിയുടെ സ്ഥാനാർത്ഥിത്വം കഴിഞ്ഞ തവണ പറഞ്ഞപ്പോഴും അത് വലിയ രീതിയിൽ പുറത്തേക്ക് എത്തിയത്, അതല്ലെങ്കിൽ പരസ്യ പ്രസ്താവനകളിലൂടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വെച്ച സ്ഥലമാണ്. അവിടെ കാര്യങ്ങൾ ഏത് നിലയ്ക്ക് മാറും, അത്തരം പ്രശ്നങ്ങളിലേക്ക് കണ്ണുവെച്ചുകൊണ്ടുള്ള UDFന്റെ ഒരു ഫോക്കസ് അവിടെ അത്തരം ഉൾപാർട്ടി പ്രശ്നങ്ങളെ യൂട്ടിലൈസ് ചെയ്യാം എന്നൊരു വിശ്വാസം കഴിഞ്ഞ തവണ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ഭരണവിരുദ്ധ വികാരം അടക്കം ഉയർത്തിക്കൊണ്ട് UDFന് അവിടെ എത്രത്തോളം കളം കടുപ്പിക്കാൻ സാധിക്കും? നോക്കൂ സംഗീത, ഈ മണ്ഡലത്തെ സംബന്ധിച്ച് അവിടെ രണ്ട് മുന്നണികൾക്കും ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. LDFൽ CPIയിൽ ചില പ്രശ്നങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അവരുടെ സ്വാധീനം, LDFൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ആ മണ്ഡലത്തിലെ സ്വാധീനം അത് മറികടക്കാൻ അവരെ സഹായിക്കുമെന്ന സംശയമില്ല. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയം വേറെ വേറെയാണ് എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നതിൻ്റെ ഉദാഹരണമായ ഒരു മണ്ഡലം കൂടിയാണ് ഈ ചടയമംഗലം എന്ന് പറയുന്നത്. പക്ഷേ UDFൻ്റെ കാര്യത്തിൽ അവിടുത്തെ പ്രശ്നം അതൊന്നുമല്ല. UDFൽ ഈ പറയുന്ന കൊല്ലം ജില്ലയിൽ ഒരു സീറ്റ് UDF മുസ്ലിം ലീഗിന് നൽകിയിട്ടുണ്ട്. അത് പുനലൂരാണ്. പക്ഷേ ആ പുനലൂർ മണ്ഡലം മാറി വേണം എന്നൊരാവശ്യം ഈ മുസ്ലിം ലീഗ് കഴിഞ്ഞ കുറേ നാളുകളായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ അവർ മാറി വേണം എന്നാവശ്യപ്പെടുന്ന മണ്ഡലം ചടയമംഗലമാണ്. ചടയമംഗലം പുനലൂർ തിരിച്ചെടുത്തുകൊണ്ട് ചടയമംഗലം നൽകുക എന്നുള്ള ഒരു ആവശ്യമാണ് ഈ ലീഗ് കഴിഞ്ഞ കുറച്ച് നാളുകളായി UDFൻ്റെ മുന്നിൽ വയ്ക്കുന്നത്. പക്ഷേ അത് കോൺഗ്രസ് അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് ഘടകം അതിന് അനുകൂലമല്ല എന്നുള്ളതാണ് ഒരു കാര്യം. അങ്ങനെ ആ പ്രാദേശിക കോൺഗ്രസ് ഘടകത്തിൻ്റെ നിലപാടിനൊപ്പം ഈ പറയുന്ന കോൺഗ്രസ് നേതൃത്വം നിൽക്കുമോ, അതോ അതല്ല UDF സമ്മർദ്ദത്തിൽ, ലീഗ് സമ്മർദ്ദത്തിൽ? കാരണം ലീഗിൻ്റെ സമ്മർദ്ദം അത്ര എളുപ്പം തള്ളിക്കളയാനാകില്ല ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്. അതുകൊണ്ട് തന്നെ ലീഗ് ശക്തമായി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ അങ്ങനെ ഒരു മണ്ഡലം വച്ചുമാറൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മണ്ഡലം വച്ചുമാറുകയാണെങ്കിൽ തീർച്ചയായും അവിടെ കോൺഗ്രസും ലീഗ് നേതാക്കളും തമ്മിലുള്ള വലിയ തോതിലുള്ള ഒരു പരസ്പര ഒത്തുപോകാത്തൊരു സാഹചര്യം വരാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ LDFന് എളുപ്പമാകും. എന്തായാലും കോൺഗ്രസ് തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചാൽ കഴിഞ്ഞ മത്സരിച്ച് തോറ്റ MM നസീർ തന്നെ ആകാനാണ് സാധ്യത അവിടെ സ്ഥാനാർത്ഥിയാകാൻ. കാരണം നസീർ വളരെ സജീവമായി തന്നെ രംഗത്തുണ്ട്. ഒപ്പം നിരവധി ചെറുപ്പക്കാർ ഈ മണ്ഡലത്തിന് വേണ്ടി രംഗത്തുണ്ട്. ഈ BS ഷിജു പോലുള്ള പുതിയ തലമുറയിലെ നേതാക്കൾ ഈ മണ്ഡലത്തിന് വേണ്ടി രംഗത്തുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള ഈ കോൺഗ്രസിൽ വലിയ തോതിൽ എന്താണ് പറയുക, മണ്ഡലത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തള്ളൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്
വരികയാണിത്. എന്തായാലും ഇത് ലീഗ് എത്രത്തോളം ശക്തമായിട്ടാകും ഈ മണ്ഡലം ആവശ്യപ്പെടുന്നത് എന്നതിനനുസരിച്ചാകും അവിടെ ആരാണ് മത്സരത്തിനെത്തുക എന്നുള്ളത് തീരുമാനിക്കപ്പെടുക. അങ്ങനെ വരികയാണെങ്കിൽ, ലീഗ് വരികയാണെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിൽ വലിയ അതൃപ്തി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും അത് ഗുണം ചെയ്യുക LDF തന്നെയാണ്. തീർച്ചയായും അതാണ് ചടയമംഗലത്തെ ഒരു വിലയിരുത്തലായി വരുന്നത്. ഇനി നമ്മൾക്ക് മറ്റൊരു അട്ടിമറി കണ്ട കൊല്ലത്തെ ഒരു ഇടത്തേക്കാണ് നമ്മൾ പോകുന്നത്. കരുനാഗപ്പള്ളിയിലേക്കാണ്. കൊല്ലത്തെ ഇടത് കോട്ടകളിലെ ഒരു നിർണായക മണ്ഡലമായിരുന്നു കരുനാഗപ്പള്ളി. RSPയുടെ നെടും തൂണായിരുന്ന ബേബി ജോണിനെ 3 തവണ നിയമസഭയിൽ എത്തിച്ച മണ്ഡലമാണ്. മുൻ മന്ത്രി E ചന്ദ്രശേഖരൻ നായർ, C ദിവാകരൻ അടക്കമുള്ളവരെ വിജയിപ്പിച്ച മണ്ഡലം. എന്നാൽ ഇതിനെയെല്ലാം മാറ്റിമറിച്ചാണ് ഇടത് തരംഗത്തിനിടയിലും CR മഹേഷ് അട്ടിമറി വിജയം നേടിയത്. ഇത്തവണയും CR മഹേഷ് ആകും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. മുൻ MLA ആയിരുന്ന R രാമചന്ദ്രനെ 29,000-ൽ പരം വോട്ടുകൾക്കാണ് CR മഹേഷ് പരാജയപ്പെടുത്തിയത്. 2016-ൽ 1000-ലേറെ വോട്ടുകൾക്ക് മാത്രമാണ് മഹേഷ് കരുനാഗപ്പള്ളിയിൽ പരാജയപ്പെട്ടത്. ഇനി നമുക്ക് 2021-ലെ ഡേറ്റ പരിശോധിക്കുമ്പോൾ CR മഹേഷിന് ലഭിച്ചത് 94,225 വോട്ടുകളാണ്. അതായത് 54.13% എന്നുള്ളതായിരുന്നു കണക്ക്. R രാമചന്ദ്രനാകട്ടെ 65,017 വോട്ടുകൾ, 37.35%. ബിറ്റി സുധീർ 3-ാം സ്ഥാനത്തായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി, 12,144, 6.98% എന്നുള്ളതായിരുന്നു അവിടുത്തെ കണക്ക്. ഭൂരിപക്ഷമായിട്ട് വന്നത് 29,208 വോട്ടുകൾ. മികച്ച ഭൂരിപക്ഷം എന്നുള്ള നിലയ്ക്ക് തന്നെ അതിനെ കണക്കാക്കാം. ഇനി കരുനാഗപ്പള്ളി കൊല്ലം ജില്ലയിലാണെങ്കിലും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ ആണ് വരുന്നത്. ലോക്സഭയിലേക്ക് വന്നാൽ കരുനാഗപ്പള്ളി മിക്കപ്പോഴും UDFിനൊപ്പമാണ് നിന്നിട്ടുള്ളത്. PDPയുടെ ശക്തി കേന്ദ്രമാണ് ഇവിടം. മുസ്ലിം വോട്ടുകൾക്ക് പുറമെ ധീവര വിഭാഗക്കാരും ഈഴവരും ഏറെയുള്ള പ്രദേശം എന്നുള്ള പ്രത്യേകതകൾ കൂടിയുണ്ട്. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളിലേക്ക് വരുമ്പോൾ KC വേണുഗോപാലിന് അവിടെ നിന്ന് ലഭിച്ചത് 57,955 വോട്ടുകൾ, അതായത് 36.77%. AM ആരിഫിന് 49,030 വോട്ടുകൾ, 31.11%. ശോഭാ സുരേന്ദ്രനായിരുന്നു BJPയിൽ നിന്ന് മത്സരിച്ചത്. 48,839 വോട്ടുകളാണ് ലഭിച്ചത്, അതായത് 30.98% BJPക്ക് അവിടെ ലഭിച്ചു. ലീഡായിട്ട് വന്നത് 8,925 വോട്ടുകളുടേതായിരുന്നു. ഇനി കരുനാഗപ്പള്ളിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയും ആലാട്, ക്ലാപ്പന, കുലശേഖരമംഗലം, ഓച്ചിറ, തഴവ, തൊടിയൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളും അടങ്ങുന്നതാണ് കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിൽ UDF ആണ്. 2025-ലെ കക്ഷിനില പരിശോധിക്കുമ്പോൾ UDFന് അവിടെ 19, LDFന് 12, NDAക്ക് 6 എന്നുള്ള നിലയിലാണ് 2025-ൽ കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ 6 ഗ്രാമപഞ്ചായത്തുകളിൽ LDFനും UDFനും 3-3 എന്നുള്ള നിലയാണ്. അതേതൊക്കെയാണെന്ന് നോക്കുമ്പോൾ ആലപ്പാട്, തഴവ, തൊടിയൂർ എന്നിവ LDFനൊപ്പം ഉള്ളപ്പോൾ ക്ലാപ്പന, കുലശേഖരപുരം, ഓച്ചിറ എന്നിവ UDFന് ഒപ്പമാണുള്ളത്. ഇനി കരുനാഗപ്പള്ളി മണ്ഡലത്തിലെ ഇത്തവണത്തെ സാഹചര്യം എങ്ങനെ മാറും എന്നുള്ളതിലേക്ക് വരികയാണെങ്കിൽ സുഭാഷിലേക്കാണ് ആദ്യം. സുഭാഷ്, ഈ അട്ടിമറി വിജയം ഉണ്ടാക്കിയതാണ് CR മഹേഷ്. 2016-ലെ മത്സരത്തിൽ തന്നെ നേരിയ ഭൂരിപക്ഷത്തിന് മാത്രമാണ് അവിടെ നേരിയൊരു ഭൂരിപക്ഷം മാത്രമായിരുന്നു മറികടക്കാൻ ഉണ്ടായിരുന്നത് മഹേഷിന് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ 2021-ൽ വരുമ്പോൾ അതിനെ തികച്ചും, അതായത് 29,000-ൽ പരം വോട്ടുകളിലൂടെ മറികടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. CPIക്ക് ഒരു വലിയ വെല്ലുവിളി എന്നുള്ളത് ഇപ്പോഴും അങ്ങനെ അവശേഷിക്കുകയല്ലേ മഹേഷിലൂടെ? തീർച്ചയായും LDFന് മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി CR മഹേഷ് തന്നെയാണ്. മഹേഷ് ഒരു പാർട്ടിക്കുള്ളിൽ, അവരുടെ മുന്നണിക്കുള്ളിൽ വലിയ ബഹളമുണ്ടാക്കി അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് നേടിയെടുത്ത ഒരു സീറ്റായിരുന്നു 2016-ലേത്. അതിൽ അദ്ദേഹം വളരെ ഗംഭീരമായി പെർഫോം ചെയ്യുകയും ചെയ്തു. JSSൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുത്തൊരു മണ്ഡലമാണത്. അവിടെ ആകെ 1,750 വോട്ടിനാണ് അദ്ദേഹം ആദ്യത്തെ തവണ പരാജയപ്പെട്ടത്. എന്നാൽ പിന്നീട് അന്നത്തെ R രാമചന്ദ്രനോട് അദ്ദേഹം 1,750 വോട്ടുകൾക്ക് മാത്രമാണ് പരാജയപ്പെട്ടത്. 2021-ൽ 29,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി മഹേഷ് അവിടെ വിജയിച്ചു. അതായത് ആ മണ്ഡലത്തിൽ മത്സരിക്കാനെത്തിയ കാലം മുതൽ ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്നു CR മഹേഷ്. അതിൻ്റെ ഗുണം ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം MLA ആയതിനു ശേഷവും അദ്ദേഹം അത്രയും പ്രിയപ്പെട്ട മണ്ഡലം എന്ന മട്ടിൽ അതിനെ പരിപാലിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ LDFൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. മഹേഷിനെ മറിച്ചിടാൻ അവിടെ കഴിയില്ല എന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. മഹേഷ് അത്രത്തോളം ജനകീയനായി മാറിയിരിക്കുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്
വളരെ പ്രാദേശികമായ തലത്തിൽ പോലും ഇടപെട്ടുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. എതിരാളികളുടെ പോലും ആദരവ് നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. അതിനോടൊപ്പം തന്നെ ഇപ്പുറത്തെ ക്യാമ്പിൽ LDF ക്യാമ്പിൽ ഒട്ടും സ്ഥിതികൾ ഗുണകരമല്ല. CPM-ൽ വളരെ വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. CPM-ന്റെ തർക്കം മൂലം, അതിനകത്തെ വിഭാഗീയത മൂലം അവിടെ സമ്മേളനങ്ങൾ പോലും നടത്താൻ കഴിയാത്ത അവസ്ഥ വന്നു. CPM-ന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ അവിടെ സമ്മേളനങ്ങൾക്ക് വന്ന നേതാക്കന്മാരെ പൂട്ടിയിടുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും പോയി. ലോക്കൽ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റി മീറ്റിങ്ങുകളും നടക്കാതെ വന്നു. ലോക്കൽ കമ്മിറ്റിക്ക്, ഏരിയ കമ്മിറ്റിക്ക് ഇപ്പോൾ അവിടെ നാഥനില്ലാത്ത അവസ്ഥയാണ്. അഡ്ഹോക് കമ്മിറ്റിയാണ് അവിടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സൂസൻ കോടിയെ പോലെയുള്ള നേതാക്കന്മാർക്കെതിരെ അവിടെ നടപടികൾ വന്നു. ആ തരത്തിൽ വലിയ തോതിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ CPM-നെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായും അവിടെ LDF-ന്റെ സാധ്യതകളെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അവിടെ ഇപ്പോൾ കുലശേഖരപുരം പോലെയുള്ള ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. വലിയ തോതിലുള്ള പരാജയത്തിൻ്റെ പടുകുഴിയിലാണ് LDF അവിടെ നിൽക്കുന്നത്. അതിനെ മറികടന്നുകൊണ്ട് രക്ഷപ്പെട്ടു വരണമെങ്കിൽ വലിയ തോതിലുള്ള പരിശ്രമങ്ങൾ ആവശ്യമാണ്. ആലപ്പാട് മേഖലയിൽ ഉണ്ടായ ഒരു മുന്നേറ്റം മാത്രമാണ് ഇപ്പോൾ LDF-ന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ. എന്തായാലും CR മഹേഷിൻ്റെ ഈ ഒരു വ്യക്തിപ്രഭാവത്തെ മറികടക്കാനും ഇപ്പോൾ എതിരായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളെ അതിലംഘിക്കാനും വലിയ തോതിലുള്ള പരിശ്രമങ്ങൾ LDF-ന്റെ ഭാഗത്തു ഉണ്ടാവേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അവർക്ക് വിജയിക്കാനാവൂ. അത് സ്ഥാനാർത്ഥി നിർണയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും ആയിരിക്കും. ശ്രീലാല്, ഇപ്പോൾ കഴിഞ്ഞ തവണ വലിയ രീതിയിലുള്ള ഇടത് തരംഗം ഉണ്ടായപ്പോൾ പോലും നേടിയ അട്ടിമറി വിജയത്തിന് അതിനൊരു വേറൊരു പ്രഭാവം തന്നെയായിരുന്നു. ഇപ്പോൾ സുഭാഷ് സൂചിപ്പിച്ച പോലെ ആ വ്യക്തിപ്രഭാവം എന്നുള്ളതിനെ മാറ്റിവെക്കാൻ പറ്റില്ല. അതെന്താണെങ്കിലും UDF-നും വലിയ രീതിയിലുള്ളൊരു അസറ്റ് തന്നെയാണ് അവിടെയുള്ളത്. ഇപ്പോഴും അതിന് മാറ്റം വന്നിട്ടില്ല എന്നുള്ളത് ആ നേതാവിൻ്റെ വിജയവുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെ ആ രീതിക്ക് തന്നെ മുന്നോട്ടേക്ക് ഊർജ്ജസ്വലമായി പോകുന്നു അല്ലേ? അങ്ങനെയല്ലേ വിലയിരുത്തേണ്ടത്? തീർച്ചയായും സംഗീത, അവിടെ 3-4 ഘടകങ്ങൾ LDF-ന് വിരുദ്ധമായി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അതിലേറ്റവും പ്രധാനം CR മഹേഷിൻ്റെ ജനപ്രീതി തന്നെയാണ്. 2016-ൽ വലിയ തോതിൽ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയിൽ വലിയ തല്ലുണ്ടാക്കി പിടിച്ചെടുത്ത മണ്ഡലമാണ് CR മഹേഷ്. അവിടെ ആ മണ്ഡലം അന്ന് ചെറുപ്പക്കാർക്ക് സീറ്റ് കൊടുക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ച് രാഹുൽ ഗാന്ധി വരെ കണ്ട് അങ്ങനെയുള്ള ഒരു തീരുമാനങ്ങളെടുത്ത് അങ്ങനെ സീറ്റ് നേടിയെടുത്ത ഒരു മണ്ഡലമാണ് CR മഹേഷ്. അവിടെ അങ്ങനെ സീറ്റ് നേടിയെടുക്കുകയും CR മഹേഷ് തോറ്റുപോകുമെന്നുള്ള ഒരു തോന്നലായിരുന്നു അന്ന് സീറ്റ് നൽകുമ്പോൾ തന്നെ ഇവർക്കൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ വെറും 1000-ത്തിനടുത്ത് വോട്ടുകൾക്ക് മാത്രം ഒരു പരാജയം ആണ് CR മഹേഷിനുണ്ടായത്. അതിനുശേഷം 5 വർഷവും ആ മണ്ഡലത്തിൽ നിന്നും ജയിച്ച MLA-യേക്കാൾ കൂടുതൽ ആ മണ്ഡലത്തിൽ സ്വീകാര്യത നേടിയെടുത്ത് ആണ് 2021-ൽ CR മഹേഷ് ആ മണ്ഡലം പിടിച്ചെടുത്തു തന്നെയാണ് പറയേണ്ടത്. പിടിച്ചെടുക്കുക തന്നെയായിരുന്നു ചെയ്തത്. അതും വലിയ ഒരു ഭൂരിപക്ഷത്തിലാണ് പിടിച്ചെടുത്തത്. അതിനുശേഷമാണ് ഈ CR മഹേഷ് അവിടെ കഴിഞ്ഞ 5 വർഷവും, അതായത് ഏതാണ്ട് 10 വർഷം CR മഹേഷ് അവിടെ ഏതാണ്ട് ഒരു MLA-യുടെ റോൾ തന്നെയായിരുന്നു എന്നുള്ളതാണ് ആ മണ്ഡലത്തിൽ CR മഹേഷിന് ഇത്രയും വലിയ ഒരു സ്വാധീനം ഉണ്ടായിക്കൊടുത്തത്. രണ്ടാമത് ഞാൻ പറഞ്ഞ ഘടകം, അത് ഈ പറയുന്ന ഈ CPM-ലുള്ള ഈ പ്രതിസന്ധി തന്നെയാണ്. CPM-ലെ ആഭ്യന്തര ഭിന്നത അവിടെ ഒരു വലിയ ഘടകം തന്നെയാണ്. ആ ഘടകം മറികടക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അത് വിശദമായി തന്നെ പറയുകയും പ്രതിപാദിക്കുകയും ചെയ്തു. അതിൽ നടപടികൾ സ്വീകരിച്ചു, എന്നിട്ട് പോലും അവിടെ ആ ഒരു വിഭാഗീയതയ്ക്ക് മറുപടി കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നം നീക്കുന്നു. മൂന്നാമത് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം അവിടെ LDF നേരിടുന്നത് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരണം എന്നുള്ളൊരു ആവശ്യം അവിടെ ശക്തമായി നിലനിൽക്കുന്നു. അങ്ങനെയുള്ള ചില പേരുകൾ അവിടെ ആലോചിക്കുന്നു. എന്തായാലും ശരി, ഈ പറഞ്ഞ പോലെ CR മഹേഷിൻ്റെ പ്രതിച്ഛായ മറികടക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക അത്ര എളുപ്പമല്ല. അതിനോടൊപ്പമാണ് മറ്റു പല പ്രതിസന്ധികൾ, ഈ ഉൾപാർട്ടി പ്രശ്നങ്ങൾ പോലുള്ള കടുത്ത പ്രതിസന്ധികളും നേരിടുന്നത്. ഇതെല്ലാം കൊണ്ട് തന്നെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലും വലിയ തോതിലുള്ള ആലോചനകൾ, വലിയ നടപടികൾ LDF-ൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എങ്കിൽ CR മഹേഷ് അവിടെ ഈ പറഞ്ഞ പോലുള്ള ഒരു വിജയം ആവർത്തിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ ജില്ലയിൽ കോൺഗ്രസ് അതിഗംഭീരമായ വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലം ആണ്. അവരുടെ A ക്ലാസ് മണ്ഡലമായി നിൽക്കുന്നത് ഈ പറയുന്ന മണ്ഡലം കൂടിയാണ്. തീർച്ചയായും. അപ്പോൾ UDF-ന്റെ പ്രതീക്ഷകൾ ആ രീതിക്ക് വരുന്നു, CPM-ലുള്ള പ്രശ്നങ്ങൾ ആ രീതിക്ക് വിലയിരുത്തപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ കുന്നത്തൂരിലേക്ക് നേരെ പോകുമ്പോൾ 1965 വരെ ദ്വയാംഗ മണ്ഡലമായിരുന്നു കുന്നത്തൂർ. RSPയുടെ കോട്ടകളിൽ ഒന്നാണ്. 1967 മുതൽ പിന്നാക്ക സംവരണ സീറ്റാണ് കുന്നത്തൂർ. ഇടത് ചായ്വുള്ള മണ്ഡലമാണ്. 2001 മുതൽ കോവൂർ കുഞ്ഞുമോനാണ് കുന്നത്തൂർ MLA. 2016 തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ RSPക്ക് ഒപ്പമായിരുന്നു കോവൂർ കുഞ്ഞുമോൻ. RSP LDF വിട്ട്
UDF-നൊപ്പം പോകാൻ തീരുമാനിച്ചതോടെ RSPയിൽ നിന്ന് പിണങ്ങി മാറി RSP ലെനിനിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയും 2016-ൽ RSP-L പ്രതിനിധിയായി മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. 2021-ലും ജയം കോവൂർ കുഞ്ഞുമോനോടൊപ്പമായിരുന്നു. 2021-ലെ ഡേറ്റ പരിശോധിക്കുമ്പോൾ 2021-ൽ കോവൂർ കുഞ്ഞുമോന് ലഭിച്ചത് 69,436 വോട്ടുകൾ എന്നുള്ളതാണ്. 43.06%. രണ്ടാം സ്ഥാനത്ത് വന്നത് ഉല്ലാസ് കോവൂരാണ്. അദ്ദേഹം RSPയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് ലഭിച്ചത് 66,646 വോട്ടുകൾ, 41.33%. മൂന്നാം സ്ഥാനത്തുള്ളത് രാജീവ് പ്രസാദാണ്, BJPയുടെ സ്ഥാനാർത്ഥി. അവർക്ക് ലഭിച്ചത് 21,760 വോട്ടുകൾ, അതായത് 13.5% എന്നുള്ളതായിരുന്നു. ഭൂരിപക്ഷം പ്രത്യേകം ശ്രദ്ധിക്കണം, 2,790 വോട്ടുകൾ മാത്രമാണ് കോവൂർ കുഞ്ഞുമോന് ലഭിച്ചത്. ഈ കോവൂർ കുഞ്ഞുമോന്റെ ബന്ധുവായ ഉല്ലാസ് കോവൂരാണ് നമ്മളിപ്പോൾ രണ്ടാം സ്ഥാനത്ത് പ്രതിപാദിച്ച അദ്ദേഹം. കഴിഞ്ഞ 2 തവണയായി UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ള പ്രത്യേകത അവിടെയുണ്ട്. ഇനി ലോക്സഭയിലേക്ക് വരുമ്പോൾ കൊല്ലം ജില്ലയിലാണെങ്കിലും മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് കുന്നത്തൂർ വരുന്നത്. 2021-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കുന്നത്തൂരിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഓരോ മുന്നണിയും എത്ര വോട്ടുകൾ നേടിയെന്ന് നമുക്ക് ഇതിലൂടെ വ്യക്തമാകുന്നതേ ഉള്ളൂ. കുന്നത്തൂരിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ അരുൺ കുമാറാണ് ലീഡ് ചെയ്തത്. അതും പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട കാര്യമുണ്ട്. അതിന്റെ വിശദമായ ഡേറ്റയിലേക്ക് വരുമ്പോൾ CA അരുൺകുമാറിന് ലഭിച്ചത് 60,502 വോട്ടുകളാണ്, 41.48%. കൊടിക്കുന്നിൽ സുരേഷ് അവിടെ രണ്ടാം സ്ഥാനത്ത് പോയി. അവിടെ ലഭിച്ചത് 59,155 വോട്ടുകൾ, 40.55% കൊടിക്കുന്നിൽ സുരേഷിന് ലഭിച്ചത്. ബൈജു കലാശാല BJPയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 22,473 വോട്ടുകൾ, അതായത് 15.41%. ലീഡ് വെറും 1,347 മാത്രമായിരുന്നെങ്കിലും അവിടെ ഒന്നാം സ്ഥാനത്തേക്ക് CA അരുൺകുമാർ എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇനി മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ ഏതൊക്കെയെന്നും അവയുടെ നിലവിലെ രാഷ്ട്രീയ ചിത്രം എന്താണെന്നും നോക്കുമ്പോൾ 10 ഗ്രാമപഞ്ചായത്തുകൾ അടങ്ങുന്നതാണ് കുന്നത്തൂർ മണ്ഡലം. ഇതിൽ 6 ഇടത്ത് LDF-ഉം 4 ഇടത്ത് UDF-ഉമാണ് വിജയിച്ചത്. നമുക്ക് കൂടുതൽ വിശദമായി തന്നെ അത് പരിശോധിക്കുമ്പോൾ വെസ്റ്റ് കല്ലട, കുന്നത്തൂർ, മൺട്രോത്തുരുത്ത്, മൈനാഗപ്പള്ളി, പോരുവഴി, ശാസ്താംകോട്ട എന്നീ പഞ്ചായത്തുകൾ LDF-ന്റെ പക്കലും, ഈസ്റ്റ് കല്ലട, ശൂരനാട് വടക്ക്, ശൂരനാട് തെക്ക്, പവിത്രേശ്വരം എന്നീ പഞ്ചായത്തുകൾ UDF-ന്റെ പക്കലും ആണ് എന്നുള്ളതാണ് ഒരു കൃത്യമായ ചിത്രത്തിലേക്ക് വരുമ്പോൾ. അതായത് കോവൂർ കുഞ്ഞുമോനെ പറ്റിയാണ് നമ്മൾ 2001 മുതലുള്ള കണക്കുകളിലൂടെ പറഞ്ഞു വെക്കുന്നത്. സുഭാഷിലേക്ക് വരുമ്പോൾ, സുഭാഷ്, കോവൂർ കുഞ്ഞുമോൻ എന്നുള്ളതാണ് കുന്നത്തൂരിനെ വെച്ച് പറയുമ്പോൾ വരുന്ന പേര്. മറ്റൊന്നും കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് താഴോട്ടുള്ള, അതായത് ഭൂരിപക്ഷത്തിലുണ്ടായിരിക്കുന്ന വലിയ ഇടിവ് എന്നുള്ളത് വലിയ രീതിയിൽ അവിടെ പ്രതിപാദിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഈ സന്ദർഭത്തിൽ തന്നെ CPM-ന് ഇത്തവണ RSP ലെനിനിസ്റ്റ് പാർട്ടിക്ക് സീറ്റ് കൊടുക്കേണ്ടതില്ല എന്നുള്ള തരത്തിലൊക്കെ ചർച്ചകൾ അങ്ങനെ നടക്കുന്നുണ്ട്. ഒരു പശ്ചാത്തലം അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ കോവൂർ കുഞ്ഞുമോന് മത്സരിക്കാനുള്ള താല്പര്യം ഇത്തവണയുമുണ്ട്. 6ാം ഘട്ടത്തിലും മത്സരിക്കാനും MLA ആകാനുമുള്ള താല്പര്യം അദ്ദേഹം പൊതുസമൂഹത്തോട് പലതവണയായി വിളിച്ചു പറയുന്ന സാഹചര്യവുമാണ്. എന്നിരുന്നാൽ പോലും ഈ ഭൂരിപക്ഷത്തിലുണ്ടായിരിക്കുന്ന വലിയ ഇടിവ് അത് LDF-നെ വലിയ രീതിയിൽ ഭയപ്പെടുത്തുന്നില്ലേ? തീർച്ചയായും അവിടെ LDF-ന് വലിയ ശക്തിയുള്ളൊരു പ്രദേശം തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ UDF-ന് അനുകൂലമായ കാറ്റുണ്ടായപ്പോഴും LDF-ന് ചെറുതെങ്കിലും 1,400-നടുത്ത് 1,350-നടുത്ത് വോട്ടുകൾ ലീഡ് കൊടുത്ത ഒരു മണ്ഡലമാണ് കുന്നത്തൂര്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും UDF-ന് അനുകൂലമായ ഒരു വലിയ കാറ്റുണ്ടായപ്പോഴും അവിടെ കൂടുതൽ പഞ്ചായത്തുകൾ LDF-ന് ലഭിച്ച ഒരു സ്ഥലം തന്നെയാണ്. അതായത് LDF-ന് കൃത്യമായ തരത്തിലുള്ള അടിത്തറയുള്ള ഒരു സ്ഥലം തന്നെയാണ് കുന്നത്തൂർ. പക്ഷേ കുന്നത്തൂരിൻ്റെ പേര് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോവൂർ കുഞ്ഞുമോനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. 1987 മുതൽ ഇവിടെ RSPയുടെ കൈവശമാണ്. RSP 2016 പോയതിന് ശേഷവും കോവൂർ കുഞ്ഞുമോൻ തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. കോവൂർ കുഞ്ഞുമോൻ്റെ പാർട്ടിയുടെ പേരെന്താണെന്ന് അവിടെ ആർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല. RSP ലെനിനിസ്റ്റ് എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത്. എന്തോ ആട്ടെ, കോവൂർ കുഞ്ഞുമോനെ LDF കാണുന്നതും ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള മട്ടിലല്ല, മറിച്ച് കോവൂർ കുഞ്ഞുമോനായി തന്നെയാണ്. കേരളത്തിൽ അത്തരം ഒരു MLA വേറെ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. അത് അവിടെ നമ്മൾ രാഷ്ട്രീയക്കാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ വെള്ളത്തിലെ മത്സ്യം പോലെ എന്നൊക്കെയുള്ള ഉദാഹരണം പറയാറുണ്ട്. അത്തരമൊരു നല്ല ഉദാഹരണം ആണ് കോവൂർ കുഞ്ഞുമോൻ. ആ മണ്ഡലത്തിൻ്റെ ഒരു ജീവാത്മാവായി അദ്ദേഹം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞുമോൻ അവിടെ വീണ്ടും ജയിച്ചുകൊണ്ടിരിക്കുന്നത്.
ഒരു നമ്മൾ തമാശയാക്കി പറയും എല്ലാ നൂലുകെട്ടിനടക്കം പോകുന്നു, അല്ലെങ്കിൽ ജനിച്ച വീട്ടിൽ മരിച്ച വീട്ടിൽ കല്യാണത്തിൽ നിശ്ചയത്തിന് എന്തിനും എല്ലാ കാര്യങ്ങൾക്കും കോവൂർ കുഞ്ഞുമോനില്ലാതെ അവിടെ ഒരു വീട്ടിലെ ഒരു ഫംഗ്ഷനും നടക്കാത്ത ഒന്നാണത്. അത്രയും അടുത്ത ഹൃദയബന്ധം കോവൂർ കുഞ്ഞുമോൻ അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതും വളരെ സാധാരണക്കാരനായ രീതിയിൽ ജീവിച്ചുകൊണ്ട്, വളരെ സാധാരണക്കാരായ ആളുകൾക്കിടയിൽ അവരിൽ ഒരാളായി ജീവിച്ചുകൊണ്ടുള്ള ഒരു ഹൃദയ ഐക്യം ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇത് നമുക്ക് നേരത്തെ അറിയാം, ഒരു സീറ്റിൽ നിന്ന് 2016 RSP വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു സീറ്റ് തിരിച്ചെടുക്കുക എന്നുള്ളതിന് വലിയ പ്രാധാന്യം CPM കാണിക്കേണ്ടതാണ്. CPM അതിന് പലതവണ ശ്രമിച്ചിട്ടുമുണ്ട്, പക്ഷേ അതിന് കഴിഞ്ഞിട്ടില്ല. അത് പലതവണ ശ്രമം നടത്തിയപ്പോൾ അത് പാർട്ടിക്കുള്ളിൽ തർക്കം പോലും ഉണ്ടായി, അങ്ങനെ പാർട്ടിയിൽ പ്രശ്നങ്ങളുണ്ടായി. എന്നിട്ടും കുഞ്ഞുമോനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കി വെച്ചത് കുഞ്ഞുമോനുള്ള ഒരു ജനപ്രിയത മുന്നിൽ നിർത്തിക്കൊണ്ടാണ്. നേരത്തെ CPM-ൽ അത്തരം പ്രശ്നങ്ങളുണ്ടായപ്പോൾ സോമപ്രസാദിൻ്റെ പേര് വരികയും അത് വലിയ വിഷയമാവുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ രാജ്യസഭ MP ആക്കിക്കൊണ്ടാണ് CPM അതിന് പരിഹാരം നേടിയത്. എന്നിട്ട് പോലും കോവൂർ കുഞ്ഞുമോനെ പരിഗണിച്ച അല്ലെങ്കിൽ സംരക്ഷിച്ച ഒന്നാണത്. പക്ഷേ കുഞ്ഞുമോൻ്റെ ആ ഭൂരിപക്ഷം താഴേക്ക് പോകുന്നു. 20,000-ൽ നിന്ന് അത് കുറഞ്ഞ് 2,700 വോട്ടിൻ്റെ 2,790 വോട്ടിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് ഏത് തരത്തിൽ ഇനി കുഞ്ഞുമോൻ മത്സരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി കുഞ്ഞുമോൻ ഇപ്പോഴും രംഗത്തുണ്ട്. അത് CPM ആണ് അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. അതിൽ കുഞ്ഞുമോനെ ഇനിയും പരീക്ഷിക്കേണ്ടതുണ്ടോ എന്ന കാര്യം സംശയമാണ്. പക്ഷേ കുഞ്ഞുമോനെ അവിടെ നിന്ന് മാറ്റുകയാണെങ്കിൽ അതിനുള്ള ഒരു എതിർപ്പ് സ്വാഭാവികമായും അവിടുത്തെ പ്രദേശത്തെ ജനങ്ങളിൽ നിന്ന് ഉണ്ടാകും എന്ന ഒരു ചിന്തയും CPM-നെ അലട്ടുന്നുണ്ട്. അങ്ങനെ വന്നാൽ വീണ്ടും ഒരു തവണ കൂടി കുഞ്ഞുമോൻ അവസരം കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കായിരിക്കും എത്തുക. എന്തായാലും സ്ഥാനാർത്ഥി നിർണയം ഈ മണ്ഡലത്തെ കുന്നത്തൂരിനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. ഏതെങ്കിലും ഒരു റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തൊരു സാഹചര്യത്തിൽ ഇത്തവണ കുഞ്ഞുമോനെ മാറ്റി കൂടുതൽ ആ മണ്ഡലത്തിന് CPM-ന് ഗുണപ്രദമാവുന്ന തരത്തിൽ ഒരു ആളെ കൊണ്ടുവന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. എന്തായാലും പക്ഷേ കോവൂർ കുഞ്ഞുമോൻ്റെ തട്ടപ്പോഴും താണു തന്നെ ഇരിക്കും എന്നുള്ളതാണ് അവസ്ഥ. തീർച്ചയായും. ശ്രീലാല് എന്താണ് തോന്നുന്നത്? കോവൂർ കുഞ്ഞുമോൻ തന്നെ ഇത്തവണ മത്സരിക്കാനുള്ള ഒരു സാധ്യത, അത് CPM ഇത്തവണയും അംഗീകരിക്കാനുള്ള ഒരു സാധ്യത എങ്ങനെയാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അത് മാത്രമല്ല, ഈ അവിടെ പ്രചരണ ആയുധമായിട്ട് വന്നതൊക്കെ ഈ അവിടുത്തെ വികസന മുരടിപ്പ് എന്നുള്ളൊരു കാര്യമായിരുന്നു. അത് മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായ കാര്യം അത് തന്നെയായിരുന്നു. ഇത്തവണയും അത് തന്നെ ഉയർത്തിക്കൊണ്ട് ഒരു പ്രതിരോധം തീർക്കുക, കോവൂർ കുഞ്ഞുമോനെ തോൽപ്പിച്ചുകൊണ്ടൊരു അട്ടിമറി നേടുക എന്നുള്ള തരത്തിലേക്ക് UDF പ്ലാൻ ചെയ്യുന്നുണ്ടോ? RSPക്ക് ആ രീതിയിൽ കാര്യങ്ങൾ അവിടെ നീക്കാൻ സാധിക്കുമോ? സംഗീത, ഈ മണ്ഡലം LDF CPM ഏറ്റെടുത്തു കഴിഞ്ഞാൽ വിജയം അനായാസമാണ് എന്നുള്ള ഒരു പ്രചാരണം ആ നാട്ടിലുണ്ട്. അത് അങ്ങനെ ആലോചനയും ചർച്ചയും CPM നേതൃത്വത്തിനിടയിലുമുണ്ട്. പക്ഷേ അപ്പോഴും അവിടെ കോവൂർ കുഞ്ഞുമോനല്ല മത്സരിക്കുന്നതെങ്കിൽ അത് കോവൂർ കുഞ്ഞുമോൻ്റെ കൂടി തീരുമാനപ്രകാരം അല്ല എങ്കിൽ അവിടെ ജയിച്ചു കയറുക എളുപ്പമല്ല. കോവൂർ കുഞ്ഞുമോനെ പിണക്കിക്കൊണ്ട് അവിടെ CPM-ന് ജയിക്കാൻ വളരെ പ്രയാസമാണ്. അങ്ങനെ അതാണ് ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത. കോവൂർ കുഞ്ഞുമോൻ എന്നുള്ളത് ആ നാട്ടിലെത്തുമ്പോൾ കുന്നത്തൂർ കുഞ്ഞുമോനാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത്രയ്ക്ക് സ്വാധീനം അദ്ദേഹം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൻ്റെ ഒരു പ്രധാന ഘടകമായി നമ്മൾ കാണേണ്ടത് RSP പിളർന്ന് പിന്നീട് ഒന്നായപ്പോൾ, അതായത് RSPയുടെ ഏറ്റവും തലമുറ നേതാക്കളായ പ്രേമേന്ദ്രനും ഷിബു ബേബി ജോണും കൈകോർക്കുകയും അവർ RSPയുടെ യഥാർത്ഥ ചിഹ്നത്തിൽ, ആദ്യ ചിഹ്നം 2 ഭാഗത്തായിരുന്നു, അത് ഒന്നിച്ച് അവസാനം RSP യഥാർത്ഥ ചിഹ്നത്തിൽ മത്സരിക്കുകയും ചെയ്ത് ഈ 2 നേതാക്കൾ, RSPയുടെ ഏറ്റവും പ്രബലരായ 2 നേതാക്കൾ ഒന്നിച്ചു. RSP സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ചു. എന്നിട്ട് പോലും കുന്നത്തൂരിൽ കോവൂർ കുഞ്ഞുമോനെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. അത്രയ്ക്കുള്ള സ്വാധീനം അദ്ദേഹത്തിന് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷേ ഈ ക്രമാനുഗതമായി തിരഞ്ഞെടുപ്പുകൾ കഴിയുന്തോറും അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിൽ ഇടിവ് വരുന്നു എന്നുള്ളതും യാതൊരു തരത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ പോലും കോവൂർ കുഞ്ഞുമോൻ്റെ ഈ സ്വാധീനമുള്ളപ്പോൾ പോലും പാർട്ടിക്കും അവിടെ നല്ല സ്വാധീനമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അവസാനം നടന്നിട്ടുള്ള ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് കൊല്ലം ജില്ലയിലും സംസ്ഥാനത്താകെയും വലിയ തിരിച്ചടി നേരിട്ടപ്പോൾ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അവിടെ ഇടതുപക്ഷത്തിന് നില മെച്ചപ്പെടുത്താനായില്ലെങ്കിലും നിലതെറ്റാതെ നിൽക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ ഒരു ഘടകം തന്നെയാണ്. അത് പാർട്ടിയുടെ അടിത്തറയാണ് സൂചിപ്പിക്കുന്നത്. അത് വെച്ചാണ് കോവൂർ കുഞ്ഞുമോന് പകരം ഈ സീറ്റ് CPM ഏറ്റെടുക്കണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. ആ ആവശ്യം വരുമ്പോൾ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവൂർ കുഞ്ഞുമോൻ്റെ കൂടി ഒരു അംഗീകാരമില്ലാതെ അവിടെ ആ സീറ്റ് ഏകപക്ഷീയമായി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചടി ഉണ്ടാകുമെന്നായിരുന്നു സംശയമില്ല. അപ്പോഴും കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണയും മത്സരിച്ച് തോറ്റ ഉല്ലാസ് കോവൂർ തന്നെയാണ് ഇപ്പോഴും സജീവമായി UDF-ൻ്റെ ഭാഗത്തു നിന്നും അവിടെ RSP സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകത കൂടി മണ്ഡലത്തിനുണ്ട്. RSPയുടെ ഈറ്റിലമായ കൊല്ലം ജില്ലയിൽ RSPക്കാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ് എന്നൊരു പ്രത്യേകത കൂടി ഈ മണ്ഡലത്തിനുണ്ട്.
ശരി, അപ്പോൾ അങ്ങനെയാണ് കുന്നത്തൂരിലെ കാര്യങ്ങൾ വരുന്നത്. എന്താണെങ്കിലും ഓരോ മണ്ഡലവും ഒന്നിനൊന്ന് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളാണ് കൊല്ലത്തുള്ളത്. ഇനി നമുക്ക് പുനലൂരിലെ പരിശോധിക്കുമ്പോൾ 1965, 82, 84, 91 എന്നീ തെരഞ്ഞെടുപ്പുകളിൽ ഒഴികെ മറ്റെല്ലാ തവണയും CPIക്കൊപ്പം നിന്ന മണ്ഡലമാണ് പുനലൂർ. 1957 രൂപീകൃതമായ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ഡേറ്റ പരിശോധിക്കുമ്പോൾ 2021 പോകുമ്പോൾ ഇങ്ങനെയാണ്. PS സുപാല് അവിടെ വിജയിച്ചിരിക്കുന്നു. CPIയുടെ PS സുപാലിന് ലഭിച്ചത് 80,428 വോട്ടുകളായിരുന്നു. 54.99% എന്നുള്ളതായിരുന്നു. രണ്ടാമതായിട്ട് വന്നത് മുസ്ലിം ലീഗിന്റെ അബ്ദുറഹ്മാൻ രണ്ടത്താണിക്കാണ്. 43,371 വോട്ടുകളാണ് അവിടെ ലഭിച്ചത്. 29.66% എന്നുള്ളതായിരുന്നു. BJPയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 13.72% അതായത് 20,069 വോട്ടുകൾ. ഭൂരിപക്ഷം പ്രത്യേകം ശ്രദ്ധിക്കണം, 37,057 വോട്ടുകൾ. മികച്ച ഭൂരിപക്ഷം എന്നുള്ളതാണ് പുനലൂരിൽ കിട്ടിയിരിക്കുന്നത്. പുനലൂർ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള മണ്ഡലമാണ്. പുനലൂരിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NK പ്രേമചന്ദ്രൻ ലഭിച്ചത് 62,748 വോട്ടുകളായിരുന്നു. 46.57%. M മുകേഷ് അവിടെ രണ്ടാം സ്ഥാനത്ത് വരുമ്പോൾ 44,704 വോട്ടുകളാണ് ലഭിച്ചത്. 33.18% G കൃഷ്ണകുമാർ BJPയിൽ നിന്ന് മത്സരിക്കുമ്പോൾ ലഭിച്ചത് 24,703 വോട്ടുകൾ, അതായത് 18.33% എന്നുള്ളതായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ. അവിടെ ലീഡായിട്ട് കിട്ടിയത് 18,044 എന്നുള്ളതായിരുന്നു. ഇനി 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ പുനലൂർ മുനിസിപ്പാലിറ്റിയും ഒപ്പം 7 ഗ്രാമപഞ്ചായത്തുകളും അടങ്ങുന്നതാണ് പുനലൂർ മണ്ഡലം. പുനലൂർ മുനിസിപ്പാലിറ്റി LDFനാണ്. 2025 കക്ഷിനില പരിശോധിക്കുകയാണെങ്കിൽ അത് LDFന് 21, UDFന് 14. 2020 LDFനായിരുന്നു മുൻതൂക്കം, അല്ലെങ്കിൽ ഭരണം LDFനായിരുന്നു. ഇനി 7 ഗ്രാമപഞ്ചായത്തുകളിൽ 5 ഗ്രാമപഞ്ചായത്തുകൾ LDFനും 2 ഗ്രാമപഞ്ചായത്തുകൾ UDFനുമാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. LDFന്റെ പക്കലുള്ളത് അഞ്ചൽ, ആര്യങ്കാവ്, ഏരൂർ, കരവാളൂർ, ഒപ്പം തെന്മല എന്നീ പഞ്ചായത്തുകളാണ് LDFന്റെ പക്കൽ ഉള്ളത്. ഇടമുളയ്ക്കൽ, കുളത്തൂപ്പുഴ എന്നീ പഞ്ചായത്തുകളാണ് UDFന്റെ പക്കലും ഉള്ളത്. ഇങ്ങനെയാണ് പുനലൂർ മണ്ഡലത്തിലെ ഒരു ചിത്രമായി വരുന്നത്. സുഭാഷ്, പുനലൂർ എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആധിപത്യം അത് പഴയ കാലം മുതൽ ഉള്ളതാണ്. PK ശ്രീനിവാസനെ പോലെ CPIയുടെ സമുന്നതരായ നേതാക്കളൊക്കെ ജയിച്ചു വന്ന മണ്ണാണ്. പക്ഷേ നമുക്ക് കൊല്ലം ജില്ലയിൽ ജനറലൈസ് ചെയ്ത് പരിശോധിക്കുമ്പോൾ പോലും ഉൾപാർട്ടി പ്രശ്നം ഒരിടത്ത് നിൽക്കുകയാണ്. CPIയിൽ കൊഴിഞ്ഞുപോക്ക് മറ്റൊരിടത്ത് നിൽക്കുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളാൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് CPI ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്രത്തോളം ഇത്തരം വലിയ CPIയുടെ കോട്ടയായ ഈ ഇടങ്ങളിലൊക്കെ പ്രതിഫലിക്കും? പ്രാദേശികമായി എന്തൊക്കെ വിഷയങ്ങൾ പുനലൂരിൽ പ്രതിഫലിക്കും? തീർച്ചയായും പുനലൂര് നമുക്ക് പറയാവുന്നത് പോലെ തന്നെ ഒരു ഇടത് കോട്ട തന്നെയാണ്. പക്ഷേ അവിടെ 18,000 ചില്ലുവാനം വോട്ടിൻ്റെ ഭൂരിപക്ഷം പ്രേമേന്ദ്രന് കിട്ടിയെന്ന് പറയുമ്പോൾ അത് വ്യത്യസ്തമായ ഒരു രീതിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എന്നതുകൊണ്ട് മാത്രമല്ല, കൊല്ലം മണ്ഡലത്തിൽ NK പ്രേമേന്ദ്രൻ എന്ന വ്യക്തിക്കുള്ള സ്വാധീനം കൂടി അതിലുണ്ട്. RSP അപ്പുറത്ത് പോയതോടുകൂടി, അതേപോലെ തന്നെ RSP നേതാവെന്ന മട്ടിൽ പിന്നെ പ്രേമേന്ദ്രനും മുഖ്യമന്ത്രിയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയതടക്കമുള്ള നിരവധി വിഷയങ്ങൾ, അതിലൊക്കെ ഏതെങ്കിലും തരത്തിൽ പ്രേമേന്ദ്രനെ തറപറ്റിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ LDFന്റെ CPMന്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും അതൊന്നും വിലപ്പോവാത്ത ഒരു തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ജനപ്രീതി ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഒരു രീതിയിൽ മാത്രമേ ഈ മണ്ഡലത്തിലെ UDFന് ഇപ്പോൾ കിട്ടിയ 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തെ നമ്മൾ കാണേണ്ടതുള്ളൂ. അതല്ലെങ്കിൽ CPIയുടെ ശക്തി കേന്ദ്രം തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ MN ഗോവിന്ദൻ നായരും PK ശ്രീനിവാസനും അടക്കം J ചിത്തരഞ്ജനും അടക്കം നിരവധി ആളുകൾ മത്സരിച്ച് വിജയിച്ച CPIക്ക് വളരെ അടിത്തറയുള്ള ഒരു മണ്ഡലം തന്നെയാണ് ഇത്. അതിപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ പോലും നമുക്ക് കാണാൻ പറ്റും. നഗരസഭയിലും അതേപോലെ തന്നെ ആകെയുള്ള 7-ൽ 5 പഞ്ചായത്തുകളിലും LDFന് വിജയിക്കാനായി. ആ തരത്തിൽ വലിയ ശക്തിയോടുകൂടി തന്നെയാണ് ഈ മണ്ഡലം നിലനിൽക്കുന്നത്. അവിടെ ഇത്തരമൊരു 37,000 വോട്ടിൻ്റെയൊക്കെ ഭൂരിപക്ഷം വരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിൽ എതിർ സ്ഥാനാർത്ഥിയായി വരുന്നത് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതൊരു കാരണം തന്നെ ആയിരിക്കാമെങ്കിൽ പോലും അത് LDFന്റെ ഒരു കുറവായി നമ്മൾ പരിഗണിക്കേണ്ടതില്ല. അവിടെ ലീഗിനാണ് ആ സീറ്റ് നൽകിയിരിക്കുന്നത്. ലീഗിന് കേരളത്തിൽ മൊത്തത്തിൽ മലബാറിൽ മാത്രം പോരാ,
തിരുവിതാംകൂർ മേഖലയിലും വേണം എന്നുള്ളത് കൊണ്ടാണ് അത് നേരത്തെ സീറ്റ് കൊടുത്തിരുന്നത്. അത് യൂനിസ് കുഞ്ഞിനൊക്കെ അടക്കമുള്ള ആളുകളുടെ ഫേവർ ചെയ്തുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയമായിരുന്നുവെങ്കിൽ അത് രണ്ടാമത് വീണ്ടും തുടരുകയാണ്. കഴിഞ്ഞ തവണ മലപ്പുറത്ത് നിന്ന് അബ്ദുറഹിമാൻ രണ്ടത്താണി ആ പ്രദേശത്ത് പോയി മത്സരിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് ആ പ്രദേശവുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടുകൂടിയാകാം ഏതായാലും 37,000 വോട്ടുകൾ ഉണ്ടായത്. നേരത്തെ ശ്രീലാൽ പറഞ്ഞതുപോലെ ഈ മണ്ഡലങ്ങൾ വെച്ചു മാറണമെന്ന ആവശ്യം വരികയാണെങ്കിൽ, അവിടെ കോൺഗ്രസ് രംഗത്ത് വരികയാണെങ്കിൽ അത് കുറെ കൂടി വലിയൊരു ഫൈറ്റിലേക്ക് മാറും. എങ്കിൽ പോലും LDFന് വലിയ തോതിലുള്ള പിന്തുണയുള്ള ഒരു പ്രദേശമാണ്. നേരത്തെ നമ്മളുടെ മന്ത്രി കെ രാജു 2-3 തവണ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചതാണ്. അതിനുശേഷം സുബാലാണ് മത്സരിച്ചത്. സുബാൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുകയും ചെയ്തു. സുബാല മണ്ഡലത്തിന് വളരെ പരിചിതനാണ്. പഴയ PK ശ്രീനിവാസന്റെ മകൻ എന്ന മട്ടിൽ 96-ൽ അദ്ദേഹം അന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. 2001-ൽ വീണ്ടും മത്സരിച്ചു. അതിനുശേഷം കഴിഞ്ഞ തവണ മത്സരിച്ചു. വലിയ തോതിൽ വലിയ വോട്ടുകളോടുകൂടി ഏതാണ്ട് 10% മേലെ ഉള്ള 15% മേലെയുള്ള വോട്ട് വ്യത്യാസത്തോടു കൂടിയാണ് സുബാൽ വിജയിച്ചത്. സുബാലിനെ അവിടുത്തെ ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്. പുനലൂർ അണ്ണൻ എന്നാണ് അദ്ദേഹം അവിടെ അറിയപ്പെടുന്നത്. അത്രയും ജനകീയനായ ഒരാളാണ്. CPIയുടെ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു. ആ തരത്തിലൊക്കെ സാധാരണക്കാർക്കിടയിൽ വലിയ അംഗീകാരമുള്ള ആളാണ് സുബാൽ തന്നെയാണ് അവിടെ വീണ്ടും വരുന്നതെങ്കിൽ യാതൊരു തരത്തിലുള്ള കാര്യമായ മത്സരമില്ലാതെ ആ മണ്ഡലം സുബാലിന്റെ കയ്യിലിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇനി സ്ഥാനാർത്ഥി മാറി കോൺഗ്രസ് ഏറ്റെടുക്കുകയും അവിടെ വളരെ ശക്തമായൊരു മത്സരം കാഴ്ചവെക്കാൻ കോൺഗ്രസ് തീരുമാനമെടുക്കെങ്കിൽ മാത്രമേ ഈ ഒരു മണ്ഡലത്തെ പുനലൂരിനെ കുറിച്ചുള്ള എന്തെങ്കിലും ആശങ്കയ്ക്ക് ഇടതുപക്ഷത്തിന് വകയുള്ളൂ. തീർച്ചയായും ശ്രീലാല, ഈ പുനലൂരിന്റെ ചരിത്രത്തിലൂടെ വരുമ്പോൾ അവിടെ സാം കെ ഉമ്മൻ, പുനലൂർ മധു എന്നിവർ മാത്രമാണ് കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്ത് നിയമസഭയിലേക്ക് എത്തിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ വെച്ചുമാറ്റത്തെ പറ്റി പറഞ്ഞല്ലോ. ഈ വെച്ചുമാറ്റത്തിലൂടെ മുസ്ലിം ലീഗിൽ നിന്ന് മാറി അത് കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ടുള്ളൊരു മുന്നേറ്റം ഉണ്ടാവുകയാണെങ്കിൽ, മുമ്പ് ഇത്തരം ചരിത്രമൊക്കെ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ഒരിക്കൽ കൂടിയെങ്കിലും ആ ചരിത്രങ്ങൾ കോൺഗ്രസിനോട് ഒരു വിജയം എന്നുള്ളൊരു ചരിത്രം അവിടെ ആവർത്തിക്കാനുള്ളൊരു സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അത്തരമൊരു ആത്മവിശ്വാസം അവിടെ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് അവിടെ ഇപ്പോൾ പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടോ? PS സുബാൽ എന്ന് പറയുന്ന അവിടുത്തെ സിറ്റിംഗ് MLA അദ്ദേഹത്തെ മറികടക്കുക എളുപ്പമല്ല എന്നുള്ള തിരിച്ചറിവാണ് മുസ്ലിം ലീഗിന് അവിടെയുള്ളത്. ആ തിരിച്ചറിവ് കൊണ്ടാണ് മുസ്ലിം ലീഗ് ഈ മണ്ഡലം വച്ചുമാറണം, ചടയമംഗലത്തേക്ക് മാറണം എന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ അവരുടെ വളരെ പ്രഗത്ഭനായ നേതാവ് മലപ്പുറത്ത് നിന്നും ഇവിടെ വന്ന് മത്സരിച്ചു. പക്ഷേ അദ്ദേഹം നിലം തൊടാതെ തോറ്റുപോയി. അതോടുകൂടിയാണ് ഇനിയിപ്പോൾ ഈ മണ്ഡലം വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തുന്നത്. പക്ഷേ ആ മണ്ഡലം വേണ്ട എന്ന് മുസ്ലിം ലീഗ് തീരുമാനിച്ചു കഴിഞ്ഞാലും അത് കൊടുക്കുക എളുപ്പമല്ല. കോൺഗ്രസിന് ചടയമംഗലം എടുത്തു കൊടുക്കുക എളുപ്പമല്ല. അത് പ്രാദേശികമായി വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. പക്ഷേ മുസ്ലിം ലീഗ് അവരുടെ ആവശ്യം നിലനിർത്തുക തന്നെയാണ്. മലബാറിൽ നൽകുന്ന സൗമനസ്യത്തിന് ഈ തെക്ക് നൽകിയ ഒരു സീറ്റിന് അത് ആവശ്യം ജയസാധ്യത ഉള്ള ഒരു സീറ്റ് വേണമെന്നൊരു ആവശ്യമാണ് ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത്. ലീഗ് മാറി അവിടെ കോൺഗ്രസ് വന്നാൽ തീർച്ചയായും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അതൊരു വലിയ ആവേശം ഉണ്ടാക്കും എന്ന കാര്യം സംശയമില്ല. പക്ഷേ അപ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നത് ആരാകും സ്ഥാനാർത്ഥി എന്നുള്ളത് വെച്ച് വലിയ ഒരു തർക്കം അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അതൊരു ഓപ്പൺ സീറ്റായി മാറും. നേരത്തെ കോൺഗ്രസ് മത്സരിച്ച സീറ്റല്ല, കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് മത്സരിച്ച സീറ്റല്ല എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ നിരവധി ചെറുപ്പക്കാർ, നിരവധി നേതാക്കൾ ആ സീറ്റിന് വേണ്ടിയിട്ടുള്ള വലിയ സമ്മർദ്ദം ചെലുത്തുമെന്ന കാര്യത്തിന് സംശയമില്ല. അങ്ങനെ വരുമ്പോഴും അവിടെ ഒരു വലിയ പ്രതിസന്ധി കോൺഗ്രസ് നേരിടാൻ പോവുകയാണ്. അത്തരമൊരു പ്രതിസന്ധി നേരിടുന്നതിനേക്കാൾ നല്ലത് ആ സീറ്റിൽ ലീഗ് മത്സരിച്ച് ലീഗ് അവരുടെ തലത്തിൽ ജയിച്ചാലും തോറ്റാലും അതിൻ്റെ നഷ്ടം ലീഗ് സഹിച്ചോട്ടെ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ വീണ്ടും ഞാൻ നേരത്തെ സുഭാഷും വിശദമായി പറഞ്ഞതുപോലെ CPIക്ക് യാതൊരു വിധത്തിലുള്ള ഒരു പ്രതിസന്ധിയും അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പകരം അത് കോൺഗ്രസ് ഏറ്റെടുത്താൽ പോലും ഈ വരുന്ന ചില പ്രതിസന്ധികളെല്ലാം കോൺഗ്രസിന് തരണം ചെയ്യേണ്ടതുണ്ട്. അവിടെ MM നസീർ സീറ്റിന് വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോൾ തന്നെ എടുക്കുകയാണെങ്കിൽ MM നസീർ സജീവമായി തന്നെ സീറ്റിന് വേണ്ടിയുണ്ട്. സഞ്ജയ് ഖാൻ എന്ന് പറയുന്ന യുവ നേതാവ് സജീവമായി തന്നെ സീറ്റിന് വേണ്ടിയുണ്ട്. ഇങ്ങനത്തെ വലിയ തോതിലുള്ള ഒരു തള്ളൽ ഇപ്പോൾ തന്നെ ആ സീറ്റ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ വേണം എന്ന ആവശ്യമായി കോൺഗ്രസിലുണ്ട്. അത്തരം ആവശ്യങ്ങൾ മറികടന്ന് അത്തരം ആവശ്യങ്ങളിൽ നിന്നുമെല്ലാം തന്നെ ആ അതൃപ്തിയെല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം കോൺഗ്രസിന് അവിടെ നടത്തേണ്ടി വരും. അങ്ങനെ നടത്തിയാൽ പോലും PS സുബാലാണ് LDFൻ്റെ CPIയുടെ സ്ഥാനാർത്ഥിയെങ്കിൽ അവിടെ വിജയം അത്ര എളുപ്പമാകില്ല. വളരെ ബുദ്ധിമുട്ടിയാൽ പോലും ജയിക്കുമെന്ന് പറയാനുള്ള സാഹചര്യം അവിടെ ആ മണ്ഡലത്തിൽ കോൺഗ്രസിനില്ല. അതിനുള്ള ഒരു കാരണം കൂടി ഞാൻ പറയാം. അത് ഈ പറഞ്ഞതുപോലെ ഈ സീറ്റ് എടുത്ത് ലീഗിന് നൽകിയതിലുള്ള ഒരു അതൃപ്തി ആ പ്രദേശത്ത് കോൺഗ്രസ്സുകാർക്കിടയിൽ ഉണ്ട് താനും. തീർച്ചയായും. അപ്പോൾ പുനലൂരിന്റെ കാര്യങ്ങൾ ആ രീതിക്ക് വരികയാണ്. ഇനി നമ്മൾ ഒടുവിലത്തെ മണ്ഡലത്തിലേക്ക് കടക്കുന്നു. കൊല്ലത്തെ ഒടുവിലത്തെ മണ്ഡലം അത് ചാത്തന്നൂരാണ്.
പഴയ പരവൂർ മണ്ഡലം പുനർനിർണയത്തിലൂടെ 1965 ചാത്തന്നൂർ മണ്ഡലമായി. മണ്ഡലത്തിൽ ഇടതിന് മേൽക്കോയ്മ പറയാമെങ്കിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ചിട്ടുണ്ട് ചാത്തന്നൂരിന്റെ രാഷ്ട്രീയ ചിത്രം നോക്കി വരുമ്പോൾ 2021 പോകാം. അവിടെ GS ജയലാല CPIയുടെ പ്രതിനിധിയാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. 43.12% വോട്ടുകളോടുകൂടി 59,296 വോട്ടുകളാണ് GS ജയലാല നേടിയത്. BB ഗോപകുമാർ അവിടെ രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, BJP ആണ് അവിടെ രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. 42,090 വോട്ടുകൾ നേടിയിരിക്കുന്നു. 30.61%. N പീതാംബരക്കുറുപ്പാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചത്. 34,280 വോട്ടുകൾ നേടി. അതായത് 24.93% എന്നുള്ളതാണ്. ഭൂരിപക്ഷം 17,206 വോട്ടുകളുടേതാണ്. ഇനി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ NK പ്രേമചന്ദ്രന് അവിടെ ലഭിച്ചത് 52,486 വോട്ടുകൾ, 42.54%. M മുകേഷിനാകട്ടെ 29.92% 36,915 വോട്ടുകൾ. G കൃഷ്ണകുമാർ മൂന്നാം സ്ഥാനത്തെത്തുമ്പോൾ 31,643 വോട്ടുകൾ, 25.64%. ലീഡ് വന്നത് 15,571 വോട്ടുകളുടേതാണ്. ഇനി 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു? ചാത്തന്നൂർ മുനിസിപ്പാലിറ്റി LDF-നൊപ്പമാണ്. 6 ഗ്രാമപഞ്ചായത്തുകളിൽ 4 എണ്ണം LDF-ന് ഒപ്പമാണ്, 2 എണ്ണം UDF-നൊപ്പം. ആദിച്ചനെല്ലൂർ, ചാത്തന്നൂർ, കല്ലുവാതുക്കൽ, പൂതക്കുളം എന്നിവയാണ് LDF-ന്റെ പക്കലുള്ളവ. ഇനി ചിറക്കര, പൂയപ്പള്ളി എന്നീ പഞ്ചായത്തുകളാണ് UDF-ന്റെ പക്കലുള്ളത്. അപ്പോൾ ചാത്തന്നൂരിന്റെ ഒരു കാര്യം ഇങ്ങനെ വരുമ്പോൾ അത് വിശദമായി നോക്കുമ്പോൾ CPIക്ക് ഏറെ ആത്മവിശ്വാസമുള്ള മണ്ഡലമാണ് ചാത്തന്നൂർ എങ്കിലും ഞാൻ ഡേറ്റ പരിശോധിക്കുമ്പോൾ പറഞ്ഞിരുന്നല്ലോ BJPയുടെ കടന്നുകയറ്റം എന്നുള്ളത്. സുഭാഷ്, ഈ BJPയുടെ കടന്നുകയറ്റം എന്നുള്ളത് അതായത് BJP കൊല്ലം ജില്ലയിൽ A ക്ലാസ് മണ്ഡലമായി വിചാരിക്കുന്ന ഒരു മണ്ഡലമാണ് ചാത്തന്നൂർ എന്നുള്ളതാണ്. അവിടെ കൃത്യമായി തന്നെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 2ാം സ്ഥാനത്തെത്താൻ BJP സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ രീതിക്ക് തന്നെ വിലയിരുത്തുമ്പോൾ BJP അവിടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നതിനെ ഒരു അപകട സൂചനയായി വിലയിരുത്തപ്പെടുന്നുണ്ടോ? ഇത്തവണത്തെ ഒരു മത്സര രംഗത്തിലേക്ക് വരുമ്പോൾ വിജയസാധ്യത തുച്ഛമാണ് അത്തരം കാര്യങ്ങളിലെങ്കിലും, അതായത് അട്ടിമറി വിജയത്തിലെങ്കിൽ പോലും ഈ 2ാം സ്ഥാനത്തെ കടന്നുകയറ്റത്തിൽ BJP എങ്ങനെ നോക്കിക്കാണാൻ കഴിയും? സംഗീത, BJP ഇവിടെ ആദ്യമായല്ല 2ാം സ്ഥാനത്തേക്ക് വരുന്നത്. 2016 മുതൽ തന്നെ അവർ 2ാം സ്ഥാനത്താണ്. അന്ന് ശൂർനാട് രാജശേഖരനായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിന്നത്. അന്ന് അദ്ദേഹത്തിന് ഏതാണ്ട് 30,000 വോട്ടാണ് ലഭിച്ചത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ പീതാംബരക്കുറുപ്പ് വന്നു. പക്ഷേ അദ്ദേഹത്തിന് 34,000 വോട്ട് നേടാനേ കഴിഞ്ഞുള്ളൂ. 2016 33,000 വോട്ട് നേടാൻ കഴിഞ്ഞ BJPക്ക് പിന്നീട് 2021 42,000 വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷേ അപ്പോൾ പോലും BJPയുടെ വോട്ട് ആ തരത്തിൽ കുതിച്ചുയർന്നിട്ട് പോലും LDF-ഉമായുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 17,000-ൽ പരം വോട്ടിൻ്റെതാണ്. അതായത് ഒറ്റയടിക്ക് അവരുടെ A ക്ലാസ് മണ്ഡലമാണ് എങ്കിൽ പോലും അതിൽ വലിയ തോതിലുള്ള ഒരു അട്ടിമറി വിജയം BJPക്ക് സാധ്യമല്ലാത്ത ഒരു മണ്ഡലമാണ് ചാത്തന്നൂർ. BJP എത്ര കിണഞ്ഞ് പരിശ്രമിച്ചാലും അവിടെ അത്ര എളുപ്പത്തിൽ ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നേരത്തെ കുണ്ടറ മണ്ഡലവുമായി ഒരു ചാത്തന്നൂരും കുണ്ടറയുമായ ഒരു ഡീലുണ്ട്, കോൺഗ്രസിനും അതേപോലെ തന്നെ RSSും തമ്മിൽ ഏർപ്പാടുണ്ട് എന്നൊക്കെയുള്ള മട്ടിലുള്ള ആരോപണങ്ങൾ CPM ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള കണക്കുകളല്ല വരുന്നത്. കാരണം ആ തരത്തിൽ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞിട്ട് വേണം അവിടെ കോൺഗ്രസിൻ്റെ ലഭിച്ച വോട്ടുകൾ കുറയുകയാണ് വേണ്ടത്. എന്നാൽ കോൺഗ്രസിന് നേരിയതെങ്കിലുമായ, അതായത് 30,000-ൽ നിന്ന് 34,000 ഒരു ഭൂരിപക്ഷം വർദ്ധിക്കുകയാണ് ചെയ്തത്. അതേസമയം അവിടെ 10,000-ഓളം വോട്ടുകൾ അവിടെ BJPക്ക് വർദ്ധിക്കുകയും ചെയ്തു. എന്തായാലും ഒരു LDF-ന്റെ ശക്തി കേന്ദ്രം എന്നുള്ള മട്ടിൽ തന്നെയാണ് ഈ മണ്ഡലമുള്ളത്. അവിടെ അത്ര എളുപ്പത്തിൽ LDF-നെ പരാജയപ്പെടുത്താൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ, ഇപ്പോഴത്തെ രാഷ്ട്രീയ ഘടനയിൽ കഴിയില്ല. ഏറ്റവും പുതിയ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും അത് നമ്മൾ കണ്ടതാണ്. മുനിസിപ്പാലിറ്റിയിലും അതേപോലെ തന്നെ 6-ൽ 4 പഞ്ചായത്തുകളിലും LDF അവിടെ വിജയിച്ചു എന്നുള്ളതാണ്. CPIയുടെ ഒരു ഏറ്റവും നല്ല മുഖങ്ങളിലൊന്ന്, നല്ല MLA-മാരിൽ ഒരാളായ GS ജയലാലാണ് അവിടെ കഴിഞ്ഞ 3 തവണയായി മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ജയലാലാണെങ്കിൽ അവിടെ നമ്മൾ പറയുക, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പാട്ടും പാടി ജയിക്കുന്ന ഒരവസ്ഥയിലാണ്. അത്രയും ജനകീയനായ ഒരാളാണത് അദ്ദേഹം. ആ മണ്ഡലവുമായി അദ്ദേഹത്തിന് അത്രയും വലിയ വ്യക്തിബന്ധങ്ങളുണ്ട്. BJP അതിൻ്റെ പരമാവധി പരിശ്രമങ്ങൾ നടത്തിയിട്ടും അത്തരത്തിലൊരു വല്ലാത്ത മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ കഴിയാത്തത് ഈ GS ജയലാലിൻ്റെ
ഒരു വ്യക്തിപ്രഭാവം കൊണ്ട് കൂടിയാണ് അദ്ദേഹം. പക്ഷേ 3 ടേം കഴിഞ്ഞിരിക്കുന്നു, ഇനി സാധ്യത കുറവാണ് എന്ന മട്ടിലാണ് സംസാരങ്ങൾ വരുന്നത്. അവിടെ CPI വേറൊരാളെ നിർത്തിയാൽ പോലും ഈ മണ്ഡലത്തിൽ വലിയ വെല്ലുവിളികൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ സംശയമാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ശരി, ഈ ജയലാലിനെ ഇത്തരം പാട്ടും പാടി ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുമ്പോഴും കോൺഗ്രസിന്റെ കാര്യം കൂടി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ചരിത്രത്തിൽ ഇപ്പോൾ CV പത്മരാജനാകട്ടെ അല്ലെങ്കിൽ G പ്രതാപവർമ്മയാകട്ടെ അട്ടിമറികൾ നടത്തിയിട്ടുള്ള ചില ചരിത്രം കൂടി അവിടെ ഉണ്ട്, ചെറിയ രീതിയിലെങ്കിലും അവശേഷിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഘട്ടം പരിശോധിക്കുമ്പോൾ പോലും പീതാംബരക്കുറുപ്പ് 3ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അത് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമായി നിൽക്കുകയാണ്. അവിടെ ഈ കോൺഗ്രസിന് അവിടെ എത്രത്തോളം ഒരു ഫൈറ്റ് ഉണ്ടാക്കാൻ സാധിക്കും, അത് ഇത്തവണയും അത് ഏത് രീതിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും? ഒരു ജയസാധ്യത തുലോം തുച്ഛമായിട്ട് നിൽക്കുമ്പോൾ പോലും ഒരു ഫൈറ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ലേ ചാത്തന്നൂരിൽ? സംഗീത, കോൺഗ്രസ് കൊണ്ട് കളയുന്ന സീറ്റുകൾ എന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെടുന്നതാണ് ഈ ചാത്തന്നൂർ മണ്ഡലം. അതായത് 2011 ബിന്ദു കൃഷ്ണ അവിടെ 41% വോട്ട് പിടിച്ചു, 41.64% വോട്ട് ആ മണ്ഡലത്തിൽ പിടിച്ചു. അത് കഴിഞ്ഞ് 2016 എനിക്ക് വ്യക്തമായി ഞാൻ ഓർക്കുന്നൊരു കാര്യമാണ്. ഞാൻ ഇന്ന് ഡൽഹിയിൽ ഉള്ള സമയത്താണ്, ഡൽഹിയിൽ മാധ്യമപ്രവർത്തനം നടത്തുന്ന സമയത്താണ്. അന്ന് ശൂരനാട് രാജശേഖരൻ്റെ ഈ സീറ്റ് അപ്രതീക്ഷിതമായി ഈ സീറ്റ് ശൂരനാട് രാജശേഖരന് നൽകുന്നു. അതായത് അന്ന് കേട്ടത് ശൂരനാട് അതൊരു പേയ്മെൻറ്റ് സീറ്റായിരുന്നു, ശൂരനാട് രാജശേഖരൻ്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങി അദ്ദേഹത്തെ നൽകിയ സീറ്റാണെന്നുള്ള വലിയ ആരോപണം അന്ന് കോൺഗ്രസിൻ്റെ പാളയത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വ്യക്തമാവുകയും ചെയ്തു. ശൂരനാട് രാജശേഖരൻ 3ാം സ്ഥാനത്തേക്ക് പോകുന്നു. ആ പറഞ്ഞ കോൺഗ്രസിൻ്റെ വോട്ടുകളാണ്, അതായത് 3-4% മാത്രം 2011 വോട്ടുണ്ടായിരുന്ന BJP അവിടെ നിന്ന് ഒറ്റയടിക്ക് ഈ പറയുന്ന 2ാം സ്ഥാനത്തേക്ക് ഏതാണ്ട് 25% വോട്ട് പിടിക്കുന്ന ഘട്ടം ഉണ്ടാകുന്നത് ഈ ഒരു ആരോപണം വന്ന ശേഷമാണ്. അങ്ങനെ അന്ന് കോൺഗ്രസിനോടൊപ്പം ഉണ്ടായിരുന്ന വോട്ട് തന്നെയാണ് BJPയിലേക്ക് മറിഞ്ഞ് അവിടെ BJPക്ക് ഈ 2ാം സ്ഥാനം എന്നുള്ള ഒരു സാഹചര്യം 2016 ഉണ്ടായിക്കൊടുത്തത്. അത് ഈ ആരോപണമായിരുന്നു. അതിനുശേഷമാണ് 2021 അവർ അതേ ഒരു നിലപാട്, അതേ ഒരു വിജയം അങ്ങനെ, അതായത് 2ാം സ്ഥാനത്തേക്ക് നിന്നുകൊണ്ട് തന്നെ അവരുടെ കരുത്ത് തെളിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ടാണ് അങ്ങനെയാണ് ഇന്നിപ്പോൾ ചാത്തന്നൂർ മണ്ഡലം BJPയുടെ കൊല്ലം ജില്ലയിലെ A ക്ലാസ് മണ്ഡലമായി മാറിയിരിക്കുന്നതും. അതിനകത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ആ ഒരു വിജയം, ആ ഒരു അടിസ്ഥാന കിട്ടിയ ഒരു വോട്ട് അവർക്ക് നിലനിർത്താൻ കഴിയാതെ പോയത്. അപ്പോൾ പോലും കൃഷ്ണകുമാർ അവിടെ 24% വോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ പരവൂർ മുനിസിപ്പാലിറ്റിയിൽ 2ാം സ്ഥാനത്തേക്ക് വന്നു. അതോടൊപ്പം തന്നെ പല പഞ്ചായത്തുകളിലും അവർ 2ാം സ്ഥാനത്താണ്. ഈ ചില പഞ്ചായത്തിൽ കോൺഗ്രസിന് UDFന് ഒരു വാർഡ് മാത്രം കിട്ടിയ, ഒരു പഞ്ചായത്ത് മാത്രം കിട്ടിയ ക്ലസ്റ്ററുകൾ വരെയുണ്ട്. അങ്ങനെ UDFൻ്റെ വോട്ടുകൾ, കോൺഗ്രസിൻ്റെ വോട്ടുകൾ എൻ ബ്ലോക്ക് BJPയിലേക്ക് പോയി എന്ന് നമ്മൾ ആരോപിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന അതിനുള്ള ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് ഈ പറയുന്ന ചാത്തന്നൂർ എന്ന് പറയുന്നത്. ചാത്തന്നൂർ ഇപ്പോഴും അതേ നില തന്നെ തുടരുന്നത്. BJPയെ മറികടക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെ കോൺഗ്രസിന് ഇപ്പോഴും അവിടെ കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളത് വലിയ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നു. ഇപ്പോഴും കോൺഗ്രസ് അവിടെ ചെറുപ്പക്കാരെയാണ് നോക്കുന്നത്. ഒരു ചെറുപ്പക്കാരായ ആരെങ്കിലും ഒരാളെ ഇറക്കിക്കൊണ്ട് അവിടെ പിടിക്കാം എന്നുള്ളൊരു ആലോചനയാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നത്. അല്ലാതെ ഒരു വലിയ പോരാട്ടം നൽകുന്ന ഒരു മുതിർന്ന നേതാവിനെ രംഗത്തിറക്കി ഒരു വലിയ പോരാട്ടം നടത്താമെന്ന ആലോചന കോൺഗ്രസ് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നില്ല. അങ്ങനെ ആലോചന കോൺഗ്രസ് പാളയത്തിൽ ഉണ്ടാകുന്നില്ല. തീർച്ചയായും. അപ്പോൾ ചാത്തന്നൂരിൻ്റെ ഒരു രീതി അങ്ങനെ തന്നെ വരികയാണ്. അതാണെങ്കിലും BJP അവിടെ കടന്നു കയറാൻ ശ്രമിക്കുന്നതും വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ അവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. അതുപോലെ നമ്മൾ ഈ 11 മണ്ഡലങ്ങൾ പരിശോധിച്ച് വന്നതിൽ ചാത്തന്നൂർ മാത്രമാണ് അത്തരമൊരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു മൂവ്മെൻ്റ് ഉള്ളത് ചാത്തന്നൂർ മാത്രമാണ് എന്നുള്ളതാണ്. എന്താണെങ്കിലും കൊല്ലം നിയോജക മണ്ഡലത്തിൻ്റെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇരുവർക്കും നന്ദി. ഈ യാത്രയിൽ നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണേണ്ടതുണ്ട്. ഇലക്ഷൻ ഹെറാൾഡിൽ നമ്മൾ കൊല്ലം ജില്ലയിലെ 11 മണ്ഡലങ്ങളെയും സമഗ്രമായി അറിഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തയാഴ്ച പത്തനംതിട്ട ജില്ലയുടെ വിശകലനവുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.